ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ 5ാമത്തെ യൂണിറ്റ് പേഴ്സണാലിറ്റി, അതിൽ 2ാമത്തെ സെഷനാണ്. എല്ലാവരെയും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇത് ഈ ഒരു പേപ്പറിന്റെ ഒരു അവസാനത്തെ സെഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എനിവേ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മുടെ പ്രസന്റേഷൻ സ്ലൈഡ് കാണുന്നുണ്ടോ? മാറുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 5ാമത്തെ യൂണിറ്റ് പേഴ്സണാലിറ്റി. First, we discussed what is the meaning of personality. There are 2 definitions of Freeman and Alport, and some characteristics are there. ഇതിലൊരു 8 characteristics ആണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴും ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിന്റെ പോയിന്റ്സ് പഠിക്കുമ്പോൾ എണ്ണി പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ 8 എന്നൊക്കെ പറയുന്നത്. 8 പ്രാധാന്യം ഉണ്ടായതുകൊണ്ടല്ല, പക്ഷെ നമുക്കൊരു 6 എണ്ണെങ്കിലും കിട്ടണം. 8 മിനിമം 5 പോയിന്റുകൾ കിട്ടണം. ആ 5 പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു 5 മാർക്കിന് എഴുതാൻ പറ്റും. അതിനെ എലാബറേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ദെൻ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതിലെ ഓരോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓരോന്നും പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ 3 ടൈപ്പ് തിയറി ഉണ്ടെന്ന് പറഞ്ഞത്. ടൈപ്പ് അപ്രോച്ച്, ട്രേറ്റ് അപ്രോച്ച്, ടൈപ്പ് കം ട്രേറ്റ് അപ്രോച്ച്. അതില് ഗാലൻസ് ക്ലാസിഫിക്കേഷൻ ആണ്. ഗാലൻ ക്ലാസിഫൈഡ് പീപ്പിൾ ഇൻ ടു 4 ടൈപ്സ്, അഥവാ ടൈപ്പ് അപ്രോച്ച് ആണ്. പിന്നെ ക്രിച്ച്മേഴ്സ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ക്ലാസിഫിക്കേഷൻ, പിന്നെ ഷെൽഡൻസ് ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെ ഓരോരോ ചെറിയ തിയറികളാണ്. പക്ഷെ ഈ സൈക്കോളജിസ്റ്റുകളുടെ പേര് പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി. ഓക്കെ. ദ ലിപ്പിഡ് ക്ലാസിഫിക്കേഷൻ, അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക്, ലൈസസ് ഫെയർ എന്നൊക്കെ പറയണേ. പിന്നെ ഓഗ്ബന്റെ ഒരു 5 ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ യൂങ്ങിന്റെ 2 ക്ലാസിഫിക്കേഷൻ. എനിക്ക് തോന്നുന്നത് അതുവരെയാണ്, ഈ ഒരു യൂങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. ആം ഐ റൈറ്റ് ഓർ റോങ്? റൈറ്റ്. ഇനി കാറ്റിന്റെ ട്രേറ്റ് അപ്രോച്ച് തിയറിയാണ്, അല്ലെങ്കിൽ ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ആണ് ഇതിൽ കാര്യമായിട്ട് ഈ ഒരു സ്ലൈഡിൽ പറയാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് ട്രേറ്റ് എന്ന് പരിചയപ്പെടാനുണ്ട്. ഓക്കെ. ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ആണ്. അപ്പൊ ടൈപ്പ്, ട്രേറ്റ്, ടൈപ്പ് കം ട്രേറ്റ്, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ എന്താണ് ട്രേറ്റ് എന്ന് പറഞ്ഞാല്? അതാണ് ആദ്യം ആ ഒരു 1ാമത്തെ പോയിന്റ്. കൺസിസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തില് സ്ഥിരമായി കാണിക്കുന്ന പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. എബിലിറ്റീസ് എന്നോ സ്കിൽസ് എന്നൊക്കെ ജസ്റ്റ് നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ദാറ്റ് ഈസ് കോൾഡ് ട്രേറ്റ്. That is observed in a wide variety of situation. ഏതൊരു സാഹചര്യത്തിൽ പോവുകയാണെങ്കിലും ആ വ്യക്തി ആ ഒരു ട്രേറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയണം. ഒരാൾ കോപ്പറേറ്റീവ് ആണ്, സങ്കല്പിക്കുക ഒരാൾ കോപ്പറേറ്റീവ് ആണ്. സോ ഏതൊരു സാഹചര്യത്തിൽ ചെന്നാലും അദ്ദേഹം ഇങ്ങനെ സഹകരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ ഒരാള് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു റിസർവ്ഡ് പേഴ്സണാലിറ്റിയാണ്, അഥവാ ആരെടുത്തും കോപ്പറേറ്റീവ് ഇല്ല. എവിടെ ആയാലും ഒരു തന്നിഷ്ടം, ഒരു ഐ ഫീലിംഗ് മാത്രമുള്ള ഒരാളാണെങ്കിൽ എവിടെ പോയാലും അദ്ദേഹം ആ ഒരു തൻ്റെതായ ഇടം കണ്ടെത്തി അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ട്രേറ്റ് എന്നുള്ളത് ആ ഒരു റിസർവ്ഡ് പേഴ്സണാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാം. ചില ആളുകൾ ഭയങ്കര ബോറിശേഖരം, അഥവാ റൂഡായിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ ഭയങ്കര എയ്സ്തറ്റിക്കിന്റെ ആളുകളായിരിക്കും, അഥവാ ഭയങ്കര സൗന്ദര്യാത്മകമായി എല്ലായിടത്തും സൗന്ദര്യം കാണുന്ന ആളുകളായിരിക്കും, അല്ലേ? സോ അത്തരം ആളുകൾ എവിടെ പോയാലും എന്ത് ചെയ്യും? അതിനെ ആസ്വദിക്കുകയും അതൊരു എയ്സ്തറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ദെയർ ട്രേറ്റ്. അപ്പം ഇവിടെ കുറച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ പറയുന്നുണ്ട്. ഇന്റലിജൻസ്, ഇമോഷണൽ സെൻസിറ്റിവിറ്റി, അസെൻഡൻസ്, സബ്മിഷൻ, ഇറിറ്റബിലിറ്റി, വാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പറയുന്നുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് മാത്രമാണ്. താഴെ കാറ്റിലിന്റെ ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റിയിൽ ഏകദേശം ഒരു 10-16 ട്രേറ്റുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 1, 2, 3 പലതൊക്കെ ഉള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. ഓക്കെ. സോ കാറ്റിൽ ഐഡന്റിഫൈഡ് 12 ഇൻഡിപെൻഡന്റ് ആൻഡ് 4 സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. 12 ഇൻഡിപെൻഡന്റ് ട്രേറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. സോ ദീസ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആർ ബൈപോളാർ.
അതല്ലാതിനും ഒരു ഓപ്പോസിറ്റ് ഒരു രണ്ട് സൈഡുകൾ അതിനുണ്ട് എന്നാണ്. ബൈപോളർ ആണ്, രണ്ട് വശങ്ങൾ അതിന് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അത്തരത്തില് കാറ്റിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ കാറ്റിൽ പറഞ്ഞ ചില ട്രേറ്റ് വരുന്ന പേഴ്സണാലിറ്റീസ് ആണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. ഈ ഒരു ടേംസ് ആണ് ഇതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അതിലൊന്ന് പറയുന്നത് ഒന്ന് പറയുന്നത് ജനറൽ ഓർ ഹോസ്റ്റൈൽ എന്നുള്ളതാണ്. ചില ആളുകള് കുറച്ചൊരു ഫ്രണ്ട്ലി ആയിരിക്കും, ഓക്കെ, അഥവാ എല്ലാവരുടെ അടുത്തും എന്താ ഒരു ജനറോസിറ്റി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരു വിഭാഗം ആളുകൾ. ചില ആളുകൾ കുറച്ചുകൂടി ഒക്കെ തങ്ങളിലേക്ക് ഒതുങ്ങി ഒരു ഹോസ്റ്റൽ രൂപത്തിലേക്ക് പോകുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തേതൊന്നുമില്ല, കുറച്ച് ട്രേറ്റുകൾ പറഞ്ഞു വെച്ചിരിക്കണം കേട്ടോ കാറ്റില്. പിന്നെ ഇന്റലിജൻസ് ആൻഡ് സ്റ്റുപ്പിഡ് ആണ്. അഥവാ ചില ആളുകൾ നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കും, അവരുടെ ആ ഒരു ഇന്റലിജൻസ് അവർ എവിടെ പോലും കാണിക്കും. ചില ആളുകൾ സ്റ്റുപ്പിഡ് പേഴ്സണാലിറ്റി ആണ്, ഓല പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മിസ്റ്റേക്കുകൾ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇമോഷണലി സ്റ്റേബിൾ ആൻഡ് ചേഞ്ചബിൾ, ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ആയ ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയ ആളുകൾ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ എന്നാൽ ഇമോഷൻസ് മാറി മാറി വരുന്ന ആളുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. ഇത് ബൈപോളാർ ആണ്, അല്ലെങ്കിൽ ഇതന്നെ ചിലപ്പോൾ നമ്മളിൽ മാറി മാറി വരാനൊക്കെ ഉള്ള സാധ്യതകൾ കേട്ടോ. അതുപോലെ തന്നെ ഡോമിനന്റ് സബ്മിസീവ്, എവിടെ പോയാലും ഞാനൊരു ഡോമിനന്റ് ക്യാരക്ടറാണ്, ഞാൻ അവിടുത്തെ ഒരു ഹീറോ ആണ്, അല്ലെങ്കിൽ അവിടെ എല്ലാതും കൺട്രോൾ ചെയ്യുന്നത് ഞാനായിരിക്കും എന്നൊക്കെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയ ആളുകളുണ്ട്. എന്നാൽ എവിടെ പോയാലും ബാക്കിയുള്ള ആളുകൾ ചെയ്യട്ടെ, അവര് പറയട്ടെ എന്ന രൂപത്തിൽ സബ്മിസീവായി ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകും. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയായി ചിയർഫുൾ ആയി നടക്കുന്ന ആളുകളും അൺഹാപ്പി ആയി നടക്കുന്ന ആളുകളും. എപ്പോഴും സന്തോഷമാണ് അവരുടെ മെയിൻ, എവിടെ പോയാലും ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന, സന്തോഷിച്ച് ഇങ്ങനെ എപ്പോഴും പ്ലസന്റ് ആയി നടക്കുന്ന ആളുകൾ, എന്നാൽ എപ്പോഴും ഇങ്ങനെ ഒരു മൂകരായിക്കൊണ്ട് അൺഹാപ്പി ആയിക്കൊണ്ട് നടക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആൻഡ് ഹാർഡ് ബോയിൽഡ്, അഥവാ ഭയങ്കര സെൻസിറ്റീവായി അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് അഫക്റ്റഡ് ആകുന്ന ആളുകൾ, അതല്ലെങ്കിൽ നമുക്ക് അത്ര സെൻസിറ്റീവ് അല്ലാത്ത ആളുകൾ. അതുപോലെ തോട്ട്ഫുൾ ഓൺ എസ്തെറ്റിക്, തോട്ട്ഫുൾ ആവാൻ കുറെ ചിന്തകളുണ്ട്. എസ്തെറ്റിക് ആവുമ്പോൾ കുറച്ചുകൂടി എന്താണ്, അവർ സൗന്ദര്യാത്മകമായി കുറച്ചുകൂടിയും കാര്യങ്ങളെ ഒരു ബ്യൂട്ടിഫുൾ ആയി കാണുന്ന ആളുകൾ. ദെൻ ബോറിഷ് ഓർ കോഴ്സ്, അഥവാ കുറച്ച് റൂഡായി പെരുമാറുന്ന ആളുകൾ, കുറച്ചുകൂടി സോഫ്റ്റ് ആയി പെരുമാറുന്ന ആളുകൾ. അതുപോലെ തന്നെ കോൺഷ്യന്റിയസ് ആൻഡ് സ്ലിപ്പ് ഹുഡ്, കുറച്ചുകൂടി കെയർഫുൾ ആയി ചിന്തിക്കുന്ന ആളുകൾ, ഭയങ്കര കെയർലെസ് ആയി നടക്കുന്ന ആളുകൾ. പിന്നെ കോപ്പറേറ്റീവ് ആൻഡ് റിസർവ്ഡ്, ഭയങ്കരമായി സഹകരിക്കുന്നവരും എന്നാൽ അങ്ങനെ സഹകരിക്കാത്ത നടക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ വിഗറസ് വേഴ്സസ് സ്ലാക്ക്, കുറച്ചുകൂടി സ്ട്രോങ് ആയി ഫിസിക്കലി അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായി നടക്കുന്ന ആളുകൾ, കുറച്ചുകൂടി ആക്റ്റീവ് അല്ലാതെ കുറച്ച് തണുപ്പൻ മട്ടിൽ ഒരു ലൂസായി നിൽക്കുന്ന ആളുകൾ. അതേപോലെ ഹൈപ്പർ സെൻസിറ്റീവും അതുപോലെ തന്നെ ഫ്ലഗ്മാറ്റിക്കും, കുറച്ചുകൂടി പെട്ടെന്ന് ഹേർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, എന്നാൽ അധികം ഇമോഷൻസിനെ വക വെക്കാതെ പോകുന്ന ആളുകൾ. അതുപോലെ ഫ്രണ്ട്ലി ഓർ സസ്പീഷ്യസ്, ഭയങ്കര ഫ്രണ്ട്ലി, ഒരു ഓപ്പൺ മൈൻഡഡ് ആയി ഒരു തുറന്ന പുസ്തകമായി ജീവിക്കുന്ന ആളുകൾ. ചിലപ്പോൾ ആളുകൾ ഭയങ്കര സസ്പീഷ്യസ് ആയിരിക്കും, അവര് എപ്പോഴും ഒരു നിഗൂഢത കീപ്പ് ചെയ്യുന്ന ആളുകൾ. ഇത്തരത്തിൽ കുറെ ട്രെയ്റ്റുകൾ ഉണ്ട് എന്നാണ് കാറ്റിൽ പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ ഒരുപാട് പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു തിയറിന്റെ അടിസ്ഥാനം. സോ ഈ കുറെ ടേംസിനെ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നേരിടുന്ന ഒരു ചലഞ്ച്. ഓക്കെ, മുഴുവനായി കിട്ടിയില്ലെങ്കിലും മാക്സിമം അതിൽ കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് തരം ട്രെയ്റ്റുകൾ പറയുന്നത്, ഒന്ന് സോഴ്സ് ട്രെയ്റ്റ്, രണ്ട് സർഫേസ് ട്രെയ്റ്റ്. കാരണം സോഴ്സ് ട്രെയ്റ്റ് ഒരു ഡീപ്പർ യൂണിറ്റി ആണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. സർഫേസ് ട്രെയ്റ്റ് നമ്മൾ ഈസിലി ഒബ്സർവബിൾ ആയി നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന ട്രെയ്റ്റുകളാണ്. ഇതിലെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതാവണം എന്നില്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു ട്രെയ്റ്റ് ആയിട്ട്, നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കൊണ്ടെടുക്കുന്നതും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് സോഴ്സ് ട്രെയ്റ്റ്. ആൻഡ് പുറമെ ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ളതാണ് ആക്ച്വലി സർഫേസ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സോ കാറ്റിൽ ഈ ഒരു തിയറി പഠിക്കുമ്പോൾ ഈ ഒരു ടേംസ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി ഞങ്ങൾ കൊണ്ടുപോവാണ്. അഥവാ 3 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി തിയറീസ് ആണ് കാണുക. ടൈപ്പ് അപ്രോച്ച്, ട്രെയ്റ്റ് അപ്രോച്ച്, ടൈപ്പ് കം ട്രെയ്റ്റ് അപ്രോച്ച്. ഓക്കെ, ഇതൊക്കെ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ്. ഇവിടെ ഈ കാണുന്നതെല്ലാം 6 കാറ്റഗറീസ്, ഇതൊക്കെ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ്. പിന്നീട് നമ്മൾ ട്രെയ്റ്റിലേക്ക് വരുമ്പോൾ കാറ്റിലാണ് ട്രെയ്റ്റ് അപ്രോച്ച് കാര്യമായിട്ട് പറയുന്നത്. ഇനി ഐസങ്കിന്റെ ടൈപ്പ് കം
ട്രേറ്റ് അപ്രോച്ച് ആണ്, അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. സോ ഇതിൽ ഹി പ്രൊവൈഡ്സ് എ ഹയറാർക്കിയൽ ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്, അഥവാ ഒരു ഹയറാർക്കി അദ്ദേഹം പറയുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ് 3 ബേസിക് കാറ്റഗറീസ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ ഐസങ്ക്, ഓക്കെ, ആ ഒരു ഇത് വായിക്കണം നോക്കണം കേട്ടോ. ഐസങ്ക് 3 ബേസിക് കാറ്റഗറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ് പറയുന്നത് എന്നാണ്. എക്സ്ട്രോവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ. എക്സ്ട്രോവേർട്ട് എന്ത്, ഇൻട്രോവേർട്ട് എന്ത്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ ഒന്നുകൂടി പറയാനുണ്ട്. ഓക്കെ, അതുപോലെ ന്യൂറോട്ടിസിസം വേഴ്സസ് സ്റ്റെബിലിറ്റി, നമ്മളെ കുറച്ചുകൂടി സ്റ്റേബിൾ ആയ പേഴ്സണാലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സൈക്കോട്ടിസിസം, നോർമാലിറ്റി, കുറച്ചുകൂടി സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള ആളുകൾ ആൻഡ് നോർമലായി ചിന്തിക്കുന്ന ആളുകൾ. ഇങ്ങനെ 3 കാറ്റഗറീസ്, ബേസിക് കാറ്റഗറീസ് ആയിട്ടാണ് ഐസങ്ക് പറയുന്നത്. ഇതിന്റെ ഒരുപാട് എക്സ്പ്ലനേഷൻ അതിൽ പറയണില്ല. ഈ ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും മാത്രമേ നമ്മളെ മെറ്റീരിയൽ പറയുന്നുള്ളൂ. നിങ്ങളെ പുസ്തകത്തിൽ ഏതൊക്കെ പറയുന്നുണ്ട് നോക്കുക. ഇനി അതല്ല കൂടുതലായിട്ട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാണില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് വാട്സപ്പ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 3 ബേസിക് കാറ്റഗറീസ് ആണ് ഐസങ്ക് പറയുന്നത്. എക്സ്ട്രോവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ, അത് മാത്രമാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ന്യൂറോട്ടിസം, സ്റ്റെബിലിറ്റി, സൈക്കോട്ടിസം, നോർമാലിറ്റി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ദീസ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ടു 2 ഡയമെൻഷൻസ്. ഒന്നുകിൽ നമ്മൾ സ്റ്റേബിൾ വേഴ്സസ് അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ. അപ്പൊ 2 ടേംസ് പറഞ്ഞിട്ടാണ്. അപ്പൊ അതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മെറ്റീരിയൽ പറയാത്തതുകൊണ്ട് നമ്മുടെ സിലബസിൽ അത് ജസ്റ്റ് ഇങ്ങനെ 2 ടൈപ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഈച്ച് ഓഫ് ദീസ് കാറ്റഗറീസ് ഇൻവോൾവ് സർട്ടൻ ക്വാളിറ്റീസ്. ഇനി സ്റ്റേബിൾ ആവട്ടെ അൺസ്റ്റേബിൾ ആവട്ടെ, ഇൻട്രോവേർഷൻ ആവട്ടെ എക്സ്ട്രോവേർഷൻ ആവട്ടെ, ഏതൊരാൾക്കാണെങ്കിലും അവരുടേതായ ചില ക്വാളിറ്റീസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നു, ഏതൊരു പേഴ്സണാലിറ്റി ആണെങ്കിലും, അപ്പൊ നോർമാലിറ്റി ആവട്ടെ സൈക്കോട്ടിസം ആവട്ടെ, ഏതാണെങ്കിലും ഇന്നതാണ് ശരി, ഇന്ന് തെറ്റ്, അങ്ങനെ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യില്ല, സൈക്കോളജിയിൽ പൊതുവെ പറയില്ല. എല്ലാവർക്കും അവരുടേതായ ചില ഫീച്ചേഴ്സ് ഉണ്ടാകും. ചിലതിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്, കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദീസ് ട്രേറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ നെക്സ്റ്റ് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വരുന്ന നമ്മുടെ ഹാബിച്വൽ റെസ്പോൺസിലേക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് പല ട്രേറ്റുകളും അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം 2 തിയറികളിൽ അല്ലെങ്കിൽ 2 ഭാഗത്ത് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും എന്താന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് പിന്നെ എക്സ്ട്രോവേർട്ടിന് 9 പോയിന്റും ഇൻട്രോവേർട്ടിന് 4 പോയിന്റ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് എക്സ്ട്രോവേർട്ട് തന്നെ അടിപൊളി അങ്ങനെ കാണേണ്ടതൊന്നുമില്ല. 2ന്റെയും കുറച്ച് പോയിന്റ്സ് പറഞ്ഞെന്ന് മാത്രം കാണുക. അതില് ഇൻട്രോവേർട്ട് കുറച്ച് പോയിന്റ് ഉള്ളൂ, അത് ആദ്യം പറയാം. ഒന്ന്, ഹൈലി റിസർവ്ഡ് ആണ്, അവർ കുറച്ച് ഷൈ ആണ്. ലൈക്ക് ടു ബി അലൂഫ്, അവർ കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അട്രാക്റ്റഡ് ബൈ സോൾഡാറ്റി പെർസ്യൂട്ട്, അവ കുറച്ചുകൂടി അവർക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസ് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഹൈലി റിസർവ്ഡ് ആണ്. ആക്ച്വലി അവരിങ്ങനെ ഭയങ്കരമായി കോപ്പറേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര സംസാരിക്കുന്ന ആളുകളാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരെന്താണ്, അവരുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്, അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ്, അവര് ഒരു കുറച്ചുകൂടി ഷൈ ആയിട്ടുള്ള ആളുകളാണ്. കാരണം വെച്ചാല് അവരടുക്ക് അങ്ങനെ എല്ലാവരുടെ പോയി മിണ്ടുക, ഒരുപാട് സംസാരിക്കുക, അതിലൊന്നും അവരത്ര കാര്യമായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നു, ഇവരാണ് കോൺസെൻട്രേഷൻ കൂടുതൽ ആളുകള്, കമ്മിറ്റ്മെന്റ് കൂടുതൽ ആളുകള്, സെൽഫ് ഒപ്പീനിയൻ കൂടുതലുള്ള ആളുകള്, അതുപോലെ തന്നെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകള്, ഇതൊക്കെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഇനി എക്സ്ട്രോവേർട്ട് ആയ ആളുകള് അൺഇൻഹിബിറ്റഡ് ആണ്, അവരൊരു ഭാഗത്ത് അടങ്ങി നിൽക്കണമെന്നില്ല. ഫോണ്ട് ഓഫ് ആക്ടിവിറ്റീസ്, എപ്പോഴും പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന ആളുകള്. കോണ്ടാക്ട് വിത്ത് അതർ പീപ്പിൾ, എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകള്. നോട്ട് അട്രാക്റ്റഡ് ബൈ സോൾട്ടറി വർക്ക്സ്, ഒറ്റക്കൊരു വർക്ക് ചെയ്യാന്നുള്ളത് അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകള്. സൗണ്ട് കേൾക്കണില്ലേ? ഓക്കെ. അതുപോലെ തന്നെ ക്രേവ് ഫോർ എക്സൈറ്റ്മെന്റ്സ്, ഒരുപാട് കാഴ്ചകൾ കാണുക, എക്സൈറ്റ്മെന്റ്സ്, നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ ഈ ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്, പിന്നെ സർപ്രൈസ്, ഇങ്ങനത്തെ ഒക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്.
കുറച്ച് അഗ്രസീവ് ആയിരിക്കും. അഥവാ അവര് ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഒന്നും കണ്ടില്ല കേട്ടില്ല ഇങ്ങനെ അവരെ മനസ്സിൽ ഒതുക്കി നിൽക്കും. ഇവര് പെട്ടെന്ന് പ്രതികരിക്കും. അൺറിലയബിൾ ആണ്. എല്ലാ സമയത്തും അവരെ നമുക്ക് റിലൈസ് ചെയ്യാൻ കഴിയണമെന്നൊന്നുമില്ല. ഈസി ഗോയിങ് പീപ്പിൾ ആണ്. എപ്പോഴും സ്ട്രെസ് ഒക്കെ മാറ്റി മാറ്റി വെച്ച് ഇങ്ങനെ സന്തോഷം കീപ്പ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ഒക്കെ ആയിരിക്കും. അഥവാ കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ അവരുടേതായ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ചധികം ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിലിങ്ങനെ നമ്മളൊരു സർ ഇൻട്രോവേർട്സിന്റെ തേർഡും ഫോർത്തും പോയിന്റ് ഒന്നുകൂടി പറയാം. എന്താ അലൂഫ്, ലൈക്ക് ടു ബി അലൂഫ്, ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ അട്രാക്റ്റഡ് ബൈ സോളിറ്ററി പെർസ്യൂട്ട്സ്, നമുക്ക് പിന്നെ ഒറ്റക്കുള്ള പ്രവർത്തനങ്ങള്, ഒരൊറ്റ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പെർസ്യൂ ചെയ്യുക, അതിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ. അവർക്ക് നമ്മളിപ്പോ ഒരു പിന്നെ കാൽക്കുലേഷനോ എന്തെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് അതിനെ മാത്രം ഇങ്ങനെ ഫോളോ ചെയ്യും. അത് അത്തരം കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അവർക്ക് അവരുടേതായ ഫ്രീഡം വേണം. അതേസമയം ഒരു പെർസ്യൂ ചെയ്യാൻ ഒരു പ്രത്യേക രീതി വേണം, അല്ലെങ്കിൽ ഒരു മാർഗം ഉണ്ടെങ്കിൽ അതിലൂടെ ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കും. അവർ ലീഡ് ചെയ്യാൻ ഒരു മാർഗമൊക്കെ അവർക്ക് ഇഷ്ടമാണ്. എക്സ്ട്രോവേർട്ട് ആയവരെ സംബന്ധിച്ച് അങ്ങനല്ല. അവരൊരാൾ കൺട്രോൾ ചെയ്യുക, അവരൊരു ഒരു വേയിലൂടെ മാത്രം പോകുക എന്ന് പറയണതൊന്നും അവരെ സംബന്ധിച്ച് അത്ര ഒരു എന്താ പറയല്ല ഇഷ്ടമുള്ള കാര്യമല്ല. ഇവര് എപ്പോഴും സോളിറ്ററി ആയിട്ട് ഇരിക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. കാരണം അവർക്ക് ഒറ്റക്കൊരു പ്രവർത്തനം ചെയ്യാം. ഈ ഭയങ്കര ഒരു കോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടുള്ള ഒരു സന്ദർഭം അവർക്ക് ഇഷ്ടമല്ല. അവരൊറ്റക്ക് സോളിറ്ററി ആയിട്ടുള്ള വർക്കുകൾ, അഥവാ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം. ഈ ഓഫീസ് സംബന്ധമായ ജോലികള്, സയന്റിസ്റ്റുകള്, അതുപോലെ തന്നെ ഇപ്പൊ ഈ കുറച്ചുകൂടി ബുക്ക് വോംസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള മേഖലയിലാണ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. എക്സ്ട്രോവേർട്ട് അയാളെ സംബന്ധിച്ച് ഒരു ഭാഗത്തിരുന്നാണ് ഇങ്ങനെ ഒരുമിച്ച് കുറെ വായിക്കുക, അല്ലെങ്കിൽ ഒരേ ജോലി കുറെ സമയം ഇരുന്ന് ചെയ്യുക ഒന്നും അവർക്ക് അത്ര പറ്റണമെന്നില്ല. അഥവാ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, ഒറ്റയ്ക്കുള്ള ജോലിക്ക് ഇഷ്ടപ്പെടുക. ഓക്കെ, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ട്രേറ്റ് അപ്രോച്ച്. ഇത് ട്രേറ്റ് അപ്രോച്ച് തിയറിന് മൊത്തത്തിലുള്ള ഒരു മെറിറ്റ്സ് ആണ് കേട്ടോ. ഒരാളുടെ ട്രേറ്റ് നമുക്ക് അറിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളതാണ്. യൂസ്ഫുൾ ഇൻ ദ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഓഫ് എ പേഴ്സൺ ഇൻ കോഴ്സ്, ജോബ് എക്സെട്ര. നമ്മളൊരു വ്യക്തിനെ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. അപ്പൊ ടീച്ചിങ്ങിലേക്ക് വേണ്ടി ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രേറ്റ് എന്താണെന്ന് അറിയണം. അദ്ദേഹം കോപ്പറേറ്റീവ് ആണോ, ജനറസ് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. അത് അറിഞ്ഞാൽ ഒരാള് ഒരു ഉദാഹരണം പറയണം, ഇൻട്രോവേർട്ട് ആവട്ടെ എക്സ്ട്രോവേർട്ട്. ഒരാൾ എക്സ്ട്രോവേർട്ട് ആയ ഒരാൾ ടീച്ചിങ്ങിലേക്ക് വന്നാല് ആ വ്യക്തി ആ സ്കൂളിൽ എങ്ങനെയാ ഉണ്ടാവുക? ഫുൾ ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓടി ചാടി നടക്കും. പക്ഷേ ഓർക്ക് ലൈബ്രറിന് ചാർജ് കൊടുത്തത് എന്റെ ഒരു അവസ്ഥ. ലൈബ്രറിന് ചാർജ് കൊടുത്താൽ എന്റെ ഒരു അവസ്ഥ. ലൈബ്രറി ഒരു സൈലൻസ് വേണ്ട ഒരു ഇതല്ലേ, അപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ട് നിക്കുമ്പോ അത് ബുദ്ധിമുട്ടാവും. ലൈബ്രറിയിൽ പൊതുവെ എല്ലാവരും കയറി വരും. അപ്പോ കാരണം പല ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു എല്ലാവരോട് സംസാരിക്കേണ്ടി വരും. ലൈബ്രറിക്ക് എല്ലാവരും ഓടിച്ചാടി വരും. ലൈബ്രറി എന്ത് ചെയ്യുന്ന ഒരു കല്യാണ വീട് പോലെ ആക്കി തരാന് അവർക്ക് ഭയങ്കര സിമ്പിൾ ആയി. നമുക്ക് വേണ്ടത് ഒരു ഒതുങ്ങിയിരിക്കുന്ന ഇപ്പൊ ഒരു ഓഫീസ് സ്റ്റാഫ് ആണ്. ഒരു ഭാഗത്ത് നമുക്ക് ഒരു അക്കൗണ്ടന്റിനെ വേണം സങ്കല്പിക്കാം. അക്കൗണ്ടന്റിന് നമ്മുടെ മനസ്സിലുള്ള അക്കൗണ്ടന്റ് എപ്പോഴും എങ്ങനെ കയറാം, ഒരു ഭാഗത്ത് ഒരുങ്ങി നിന്ന് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന ആളെ കയറാൻ വേണ്ടില്ല. അപ്പം ആ ഒരു വ്യക്തിന്റെ ട്രേറ്റ് നോക്കിയിട്ട് വേണം അതിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ വാല്യൂ അക്കാഡമിക് ഇവാലുവേഷൻ ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ അക്കാഡമിക് പെർഫോമൻസും അതുപോലെ തന്നെ അവരുടെ വൊക്കേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗൈഡൻസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രേറ്റ് നോക്കിയിട്ട് പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് ഒരാളുടെ സ്കില്ല്, ഈ ട്രേറ്റ് എന്നുള്ളത് ഏകദേശം ഒരു സ്കില്ല് എന്നോ ഒരു പേഴ്സണാലിറ്റി സ്കില്ല് എന്നൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പം ഒരാളുടെ എന്താണ് അദ്ദേഹത്തിന്റെ സ്കില്ല് അല്ലെങ്കിൽ ട്രേറ്റ്, അതനുസരിച്ചുള്ള ഒരു വൊക്കേഷൻ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് ആയ ഒരാളാണ് ഒരു ജനങ്ങളുടെ അടുത്ത് ഇഷ്ടം. എപ്പോഴും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ എന്നുള്ള തസ്തികയിൽ ഇരിക്കുന്ന ആള് കുറെ ജനങ്ങളുടെ ഒരു ഫീലിങ്സ് മനസ്സിലാക്കുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അത്തരത്തിലൊരു എമ്പതി ഒക്കെ കാണിക്കുന്ന ഒരാളാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഈ അദ്ദേഹത്തോട് പറയാനും അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഞാൻ ലിമിറ്റേഷൻസ് ആണ്.
It doesn't describe how the traits are organized within the individual. ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഈ ട്രേറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് എന്ന് പറയാനൊന്നും പറ്റൂല. അപ്പോ നമുക്ക് എല്ലാവരുടെയും ഫുൾ ട്രേറ്റ് അളന്ന് മുറിച്ച് നമുക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യാനൊന്നും പറ്റൂല. രണ്ട്, ഇറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ് ദാറ്റ് വിച്ച് ട്രേറ്റ് ഹാസ് ടു ബി അപ്രൈസ്ഡ് ടു എ റേഞ്ച് ഓഫ് സിറ്റുവേഷൻ ആൻഡ് സർക്കംസ്റ്റാൻസ്. ഇപ്പൊ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോഴേ ഏത് ട്രേറ്റ് ആണ് ഇതിന് മുന്നോട്ട് വരിക, ഏത് ട്രേറ്റ് ആണ് അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിൽ വെക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ ട്രേറ്റ് ഉണ്ടാകും, എങ്കിലും എല്ലാ സന്ദർഭത്തിലും അദ്ദേഹം ഒരുപോലെ തന്നെ അപ്രോച്ച് ചെയ്തോളണമെന്നൊന്നും പറയാൻ പറ്റൂല. ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ. അതവിടെ കഴിഞ്ഞു. ഇനി മറ്റൊരു തിയറിയാണ്, പേഴ്സണാലിറ്റി തിയറിയാണ് ഫ്രോയിഡിന്റെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയാണ്. അപ്പൊ ഇതില് ഒരുപാട് വിശദീകരിച്ച് ഇതിൽ പറയണില്ല, കുറച്ചേ പറയുന്നുള്ളൂ. പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് തിയറിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് തിയറി എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, അതില് എന്താ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു തിയറി അല്ലേ? നമ്മള് 3 തിയറിയിൽ പെടുന്നല്ലോ. അല്ല, സിഗ്മണ്ട് ഫ്രോയിഡിന് മറ്റൊരു തിയറിയാണ്. അദ്ദേഹം പേഴ്സണാലിറ്റി തിയറി പറഞ്ഞു വെച്ചതാണ്. അതില് അദ്ദേഹം പറയുന്ന ഒരു 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് 3 കോമ്പണൻസ് എന്നാണ് പറയുന്നത്. അത് ഇതൊരു കണ്ടങ്ങള് ID, അതിനെ ഇഡ് എന്നും പറയാറുണ്ട്, ഇത് എന്ന് പറയാറുണ്ട്. ഞങ്ങളൊക്കെ ബിഎഡിന് ഇഡ് എന്നാ പറഞ്ഞ പഠിച്ചിട്ടുള്ളത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ഇതിൽ ഈഗോ നിങ്ങൾ നല്ലോണം കേട്ടിട്ടുണ്ടാവും. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഈഗോ കൂടിയ ഒരാള് എന്ന് മനസ്സിലാകുന്നുണ്ടാവും. ഇഡ് എന്ന് കേട്ടിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, സാധാരണ ഒരാൾ ഇഡ് എന്ന് കേട്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ ഈ 3 തിയറി ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അറിയുന്നവരുണ്ടാരെങ്കിലും ഇതില്? നമ്മള് ടീച്ചിങ് ലേണിംഗിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ പഠിച്ച നമ്മള്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വിശദമായി പറയണമെന്നില്ല, ഇവിടെ കുറച്ചധികം വരുന്നുണ്ട് അല്ലെ. നമ്മള് ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മളെ പ്ലഷർ സീക്കിംഗ് ആയി മാത്രം വരുന്ന ഒരു സാധനമാണ് ഇഡ് എന്ന് പറയുന്നത്. അന്ന് നമ്മള് വിശദമായി പറഞ്ഞു. അത് അന്ന് അവിടെ വിശദമായി പറയാനുണ്ടായിരുന്നോ? സാർ, നമ്മളൊരു ട്രിപ്പ് ഒക്കെ പോകുമ്പോ ആരായിരിക്കും അത് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ. ഇതിൽ ചില കോണ്ടന്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പല പേപ്പറിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ചില തിയറികളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ, അന്ന് കേട്ടോളോ കേൾക്കാത്തോളോ ഒക്കെ ഉണ്ടായേക്കാം. സോ പേഴ്സണാലിറ്റിന്റെ 3 കോമ്പണൻസ് ആണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അതുകൊണ്ട് ഇവിടെ ഇനി ഒരുപാട് വിശദീകരണം പറയാനില്ല, ജസ്റ്റ് ആ പോയിന്റ്സ് പറഞ്ഞു പോവാണ് കേട്ടോ. സോ ഇൻബോൺ റിസർവെയർ ഓഫ് പ്രിമിറ്റീവ് സൈക്കിക് എനർജി കോൾഡ് ലിബിഡോ, മനസ്സിലുള്ള ഒരു സൈക്കിക് എനർജിയാണ്. ഇത് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആണ്, നമ്മൾ നിയന്ത്രിക്കുന്നതല്ല, അൺകോൺഷ്യസ് മൈൻഡിലുള്ളതാണ്. ഡിമാൻഡ് ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡിസയേഴ്സ്. നമുക്കൊരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനം. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ഐസ്ക്രീമിന്റെ വണ്ടി കണ്ടാൽ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കണം എന്ന തോന്നല് ഇഡിന്റെ പ്രവർത്തനമാണ്, നോൺ ആസ് പ്ലഷർ പ്രിൻസിപ്പിൾ. ഇതിനെപ്പോഴും ഹാപ്പിനെസ്, സന്തോഷം എന്ന് മാത്രമാണ് അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാത്രമാണ് ഇഡിലൂടെ വരിക. ദെൻ ഇറ്റ് ഈസ് ദ ഒറിജിനൽ സോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. എല്ലാവരും ഉള്ളിലുണ്ട് ഇഡ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, ആ ഇഡിനെ എല്ലാ സമയത്തും പുറത്ത് ചാടിക്കൂല എന്നുള്ളതാണ്. നമ്മൾ ഹൈഡ് ചെയ്യും, നമ്മൾ ഇഡിനെ അവിടെ കൺട്രോൾ ചെയ്ത് വെക്കാനാണ് ശ്രമിക്കുക. ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ഡെവലപ്പ് ഫ്രം ഇറ്റ്. ഈ ഇഡിൽ നിന്നാണ് പിന്നീട് ഈഗോയും പിന്നെ സൂപ്പർ ഈഗോയും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഈഗോ ആകുമ്പോഴേക്ക് നമ്മൾ എന്തായി, ആ സന്തോഷത്തിനപ്പുറത്ത് നമ്മൾ സമൂഹത്തിന്റെ തെറ്റും ശരിയും നോക്കി മനസ്സിന്റെ പോലീസ് എന്നാണ് ഈഗോനെ അറിയപ്പെടുന്നത്. സോ ഒന്നുകൂടി നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഫ്രെയിം ചെയ്യുന്നതാണ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സോ ഓൾ ദ എനർജീസ് ആർ പ്രൊവൈഡ് ബൈ ഇറ്റ്. നമുക്ക് ഈഗോയിലേക്കും സൂപ്പർ ഈഗോയിലേക്കും വേണ്ട എല്ലാ എനർജികളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്ലഷർ പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്യുന്ന ആളാണ് ഇഡ് എന്ന് പറയുന്നത്. സോ പേഴ്സണാലിറ്റി ഈസ് മോൾഡഡ്. അതിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കുക. ബൈ ദ വേ ഇൻ വിച്ച് എ പേഴ്സൺ അറ്റംപ്റ്റ് ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇഡ് ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിന്റ്. എപ്പോഴും നമ്മുടെ ഇഡും സോഷ്യൽ കൺസ്ട്രെയിൻസ് തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങളും സൊസൈറ്റിന്റെ നോംസും അല്ലെങ്കിൽ സൊസൈറ്റിന്റെ റൂൾസ് തമ്മിൽ എപ്പോഴും ഒരു ഡിഫറൻസസ് ഉണ്ടാവും, ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും. അപ്പൊ ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഇഡിൽ നിന്ന് പോയി ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ അതെന്ത് ചെയ്യും, കൺട്രോൾ ചെയ്ത് മോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആക്ച്വലി നടക്കുക. നമ്മുടെ മനസ്സിൽ കരുതുന്നതെല്ലാം സൊസൈറ്റിയിൽ നടക്കാൻ പറ്റൂല, സൊസൈറ്റി നടത്താനും പറ്റൂല. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാണ്, നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവാണ്, അപ്പുറത്തെ തോട്ടത്തില് നല്ലൊരു റോസ് ഫ്ലവർ ഉണ്ട്.
നമുക്ക് തോന്നി അതൊന്ന് പറിച്ചാലോ എന്ന്. പക്ഷെ അത് വേറൊരാളുടെയാണ്, അയാള് വെള്ളവും ഒക്കെ കെയറിങ് കൊടുത്ത് വളർത്തിയെടുക്കണതായിരിക്കും. പറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, മണ്ടക്ക് കയറി കിട്ടും. സോ അത് പറിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കത് ഫസ്റ്റ് കാണുമ്പോൾ അത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളടത്തുണ്ടാവുക. അത് നമ്മൾ ഭയങ്കരമായി വിശന്ന് വരികയാണ്, അപ്പൊ നോക്കുമ്പോണ്ട് അപ്പുറത്ത് ആ ഒരു ചെറിയ മാവുമ്പോൾ നിറയെ മാങ്ങുണ്ട്, അതിങ്ങനെ പഴുത്തിക്കുണ്ട്, അത് അവര് ഭയങ്കരമായി കെയർ ചെയ്ത് വെച്ചേക്കണം, നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എടുക്കണമെന്ന് തോന്നിപ്പോകും, അതിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ ഇല്ല, പോകുമ്പോൾ വഴിയിൽ എന്തുണ്ടോ കുറച്ച് പൈസ കണ്ടു, അത് എടുക്കണം നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതൊക്കെ ഇഡിന്റെ പ്രവർത്തനമാണ്, അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഈഗോ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ സെക്കൻഡ് വൺ ഈഗോ ആണ്, ഡെവലപ്പ് ഔട്ട് ഓഫ് ഇഡ് ആണ്. ഇഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഇത് കറസ്പോണ്ട് ടു ദ സെൽഫ്, നമ്മുടെ സെൽഫിനെയാണ് അത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മീഡിയേറ്റ് ബിറ്റ്വീൻ ദ അൺറീസണബിൾ ഡിമാൻഡ്സ് ഓഫ് ഇഡ്. ഒരിക്കലും പറ്റൂല എന്നുള്ള സാധനങ്ങൾ ഇഡ് ഡിമാൻഡ് ചെയ്യും, അതിനെ എന്ത് ചെയ്യും, മീഡിയേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യും. ആൻഡ് ദ റെസ്ട്രിക്ഷൻ ലെറ്റ് ഡൗൺ ബൈ ദ സൂപ്പർ ഈഗോ. എന്നാൽ സൂപ്പർ ഈഗോനെ പോലെ അത്ര ഒരു റെസ്ട്രിക്ഷൻസ്, സൂപ്പർ ഈഗോ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. സൂപ്പർ ഈഗോ എപ്പോഴും ദൈവികമായ കാര്യങ്ങളും ശരിയും തെറ്റും അല്ലെങ്കിൽ നമ്മുടെ മതം, ജാതി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സോ സൂപ്പർ ഈഗോന്റെ അത്ര സ്ട്രോങ്ങും ആവണ്ട, ഇതിന്റെ അത്ര ലൂസും ആവണ്ട, ഇതിന് നടുക്ക് ഒരു സാധാരണക്കാരനാവാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് ഈഗോ എന്ന് പറയുന്നത്. തെറ്റും ശരിയും എന്ത് എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ആളാണ് ഈഗോ. ഓക്കെ, സൂപ്പർ ഈഗോ ഡെവലപ്പ് ഇൻ ദ ഇൻഡിവിജ്വാലിറ്റി ഇൻകോപ്പറേറ്റിംഗ് പാരന്റൽ സ്റ്റാൻഡേർഡ് ആൻഡ് ദ മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സൊസൈറ്റി. എപ്പോഴും ഇതൊരു മൊറാലിറ്റി, ദൈവികമായി ശരിയാണോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ചുകൂടി മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് സൂപ്പർ ഈഗോ. സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് ആണ് ആക്ച്വലി സൂപ്പർ ഈഗോയിലൂടെ നമ്മുടെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ എല്ലാവരുടെ മനസ്സിലും ഈ മൂന്നുണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണത് അതനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി പ്രവർത്തിക്കുക എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മോട് പറഞ്ഞത്. ഓക്കെ, അപ്പം ഒരാള് ഭയങ്കര അദ്ദേഹത്തിന്റെ മതം പറയുന്ന അതേമാതിരി ദൈവികമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൽ ആരാണ്, ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൂടുതലുള്ളത്? ഇഡാണോ, ഈഗോ ആണോ, സൂപ്പർ ഈഗോ ആണോ? സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ. ഒരാൾ പറയാണ് ദൈവമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ധാർമ്മികത എന്നുള്ള സംഭവമൊന്നുമില്ല, മനുഷ്യരെല്ലാവരും ഫ്രീ ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കുറവുള്ള സാധനം സൂപ്പർ ഈഗോ ആണ്. എന്നാല് എപ്പോഴും സന്തോഷങ്ങൾ തേടി പോകുന്നു, കുടുംബം നോക്കണില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പോഴും ഒരു ഇപ്പത്തെ പോലെ ഏത് മൂഡ് വെച്ചാല് ഏത് മൂഡ്, ഈഗോ ആണെങ്കിൽ ഏത് മൂഡ് വരും? ഏത് മൂഡ്? ഈഗോ ആണെങ്കിൽ, ഈഗോ ആണ് കൂടുതലെങ്കിൽ പ്ലഷർ മൂഡ്, സന്തോഷിക്കുന്ന മൂഡ്, എപ്പോഴും അത് വേണം എന്നുള്ളതായിരിക്കും ഈ ഇഡ്. ഈഗോ അല്ല, ഇഡ് തീരുമാനിക്കാം. ഈഗോ ആണെങ്കിൽ എപ്പോഴും ശരിയോ തെറ്റോ, അത് ചെയ്യാൻ പാടുണ്ടോ, ശരിയാണെങ്കിൽ ചെയ്യാം, തെറ്റാണെങ്കിൽ ചെയ്യാൻ പാടില്ല. അഥവാ ഈഗോ ശരിയും തെറ്റുമാണ് അവിടെ ഏറ്റവും കൂടുതൽ നോക്കുക. ഇനി ഹെൽത്തി ആൻഡ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇത്ര പറഞ്ഞ് അവസാനിപ്പിച്ചോ. ദെൻ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എപ്പോഴാണ് ഉണ്ടാവുക? ഹു ഹാവ് സ്ട്രോങ് ഈഗോ വിച്ച് ബാലൻസിങ് ദ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. അല്ലെ, നമ്മളിപ്പോ ഇന്നല്ലേ ഈ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ആളുകൾക്ക് ഏതാ കൂടുതല്? സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ കൂടുതലാണ്. അപ്പൊ സൂപ്പർ ഈഗോ കൂടിയാലും പ്രശ്നങ്ങളുണ്ട്, അല്ലെ, ഇഡ് കൂടിയാലും പ്രശ്നങ്ങളുണ്ട്. ഇതിന് തമ്മിൽ ബാലൻസ് ചെയ്ത് നമ്മളൊരു മനുഷ്യനാക്കി മാറ്റുന്നത് ആക്ച്വലി ഈഗോ ആണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് ഈഗോ കൂടുതലായിരിക്കും. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ പറഞ്ഞു വെച്ച ഒന്നാണ് ഡിഫൻസ് മെക്കാനിസം. അത് ഇതിൽ ഫുള്ളായിട്ട് 14ഓളം ഡിഫൻസ് മെക്കാനിസങ്ങൾ പഠിക്കാനുണ്ട്. അത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഈ ടേം മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഈ ടേം മാത്രം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത് ഒരു കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇഫ് എ പേഴ്സൺ ഹാസ് എ വീക്ക് ഈഗോ വിച്ച് സ്ട്രഗിൾസ് ടു ബാലൻസ് ദ ഇഡ് ആൻഡ് ഈഗോ. അപ്പൊ ഒരാൾക്ക് ഈഗോ വളരെ കുറവാണെങ്കിൽ, അപ്പൊ ഇഡിനെയും സൂപ്പർ ഈഗോയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ അത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഭയങ്കരമായി എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യും. ദെൻ ടെൻഷൻ ആൻഡ് കോൺഫ്ലിക്ട് അക്യൂർ ഫ്രീക്വന്റ്ലി. ആ സമയത്ത് നമ്മൾ എന്ത് വരും, ഒരുപാട് ടെൻഷൻ വരും എന്നുള്ളതാണ്. വിച്ച് ആർ ഓഫൺ മാനേജ്ഡ് ബൈ അഡോപ്റ്റിംഗ്
ഡിഫൻസ് മെക്കാനിസം. അങ്ങനെ നമ്മുടെ മനസ്സിന് എവിടെയെങ്കിലും ടെൻഷൻ വന്നാൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ശരീരത്തിനുള്ളിലുള്ള മറ്റൊരു മെക്കാനിസം ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോ നിങ്ങളിപ്പോ ഞാൻ കുറച്ച് ആൾക്കാരെ കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ നോക്കണം, അല്ല മീറ്റിംഗ് അവസാനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കും ചെയ്യാതെ അങ്ങോട്ട് അടിച്ചു, മീറ്റിംഗിന് എൻഡ് ആയിപ്പോയി. ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ട് ആരങ്ങനെ ചെയ്തേ, എന്താ അങ്ങനെ ചെയ്തെന്ന് വെച്ചാല് നമ്മൾ പെട്ടെന്ന് എന്താ പറയാ, ആ ചെയ്ത ആൾ എന്തായിരിക്കും പറയാൻ സാധ്യത ഉള്ളത്? ശ്രദ്ധിച്ചില്ല സാർ. അഥവാ എനിക്ക് അത് ഞാൻ കണ്ടില്ല അല്ലെ, ഞാൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് എനിക്ക് ഓപ്ഷൻ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ ഞാനത് മനഃപൂർവ്വം എന്റെ ആക്കിയതല്ല, അല്ലെങ്കിൽ കൈ തട്ടി പോയതാണ്, പല കാരണങ്ങൾ പറയും. നമ്മൾ ഈ ന്യായങ്ങൾ പറയാന്ന് പറയില്ലേ, അതാണ് ഡിഫൻസ് മെക്കാനിസം. അഥവാ നമ്മുടെ ഇപ്പൊ ഞാൻ എന്റെ മിസ്റ്റേക്ക് കൊണ്ട്, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറ്റിയ ഒരു തെറ്റാണ് എന്ന് പൊതുവെ ആരും പറയില്ല. മറ്റു പല കാരണങ്ങളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പറയാ. അങ്ങനെയുള്ള മറ്റു പല കാരണങ്ങൾ പറയുന്നതിന്റെ പേരാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മൾ സ്കൂളിൽ വൈകി എത്തി, ടീച്ചർ ചോദിച്ചു എന്താ വൈകി, നമ്മൾ പറയും ബസ് വൈകി, അല്ലെങ്കിൽ ഉമ്മ വിളിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ സമയം പോയത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ നാറിട്ട് വീണു എന്നൊക്കെ പറയും. അതെന്താ? ഈ തെറ്റ് സ്വയം ഏറ്റെടുത്താലേ എനിക്ക് എന്തായി നെഗറ്റീവ് എനർജി വരിക. അഥവാ ഞാൻ തെറ്റുകാരനായെന്നും എന്റെ പേഴ്സണാലിറ്റി മോശമാണെന്നും ഞാൻ എന്നോട് പറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനല്ല തെറ്റുകാരൻ, എന്റെ ചുറ്റുപാടുമുള്ള മറ്റെന്തൊക്കെയോ ആണ് തെറ്റ് എന്നുള്ളത് അതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നുണ പറയണതോ ഇത്തരത്തിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തുന്നതോ ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിൽ വിശദമായി പഠിക്കാനില്ലാത്തതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏതൊരു പേപ്പറുകൾ പഠിച്ചോ? ഡിഫൻസ് മെക്കാനിസം പഠിച്ചോ? ഇല്ല. ഇനി പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൽ വരുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് പല മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഇതിൽ 10-14 ഡിഫൻസ് മെക്കാനിസങ്ങൾ പഠിക്കാനുണ്ട്, ഇതിലത് വരാത്തതാണ് കേട്ടോ. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഇതും ചുരുക്കി മാത്രമേ ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടി വിശദമായി ഉള്ള ഒരു തിയറിയാണ്. ആക്ച്വലി 4 സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് ആണ്. ഒരാളുടെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരിക എന്നുള്ള ഇതിൽ 4 സ്റ്റേജസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ 5 സ്റ്റേജാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 5 സ്റ്റേജിന്റെ മനസ്സിലാക്കുക. അഥവാ നമ്മളൊരു അഡൽട്ട്ഹുഡ് എത്തുന്നത് വരെ നമ്മളിൽ കടന്നു വരുന്ന സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് എങ്ങനെയെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചതാണ് ഇതിൽ പറയണത്. ഇതിൽ നമുക്ക് ഒരു ചുരുക്കി മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഓരോ സ്റ്റേജിലും ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉള്ള തിയറിയാണ് ആക്ച്വലി ഈ ഒരു തിയറി പറയണേ. അപ്പൊ ഒന്ന് ഓറൽ സ്റ്റേജ് ആണ്, നമുക്കറിയാം ഒരു 0 to 1 year വരെ. അപ്പോ ഇതില് സിഗ്മണ്ട് ഫ്രോയിഡ് പറയണെന്ന് വെച്ചാല് ഒരു മുതിർന്ന ഒരാള് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരാള് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അതിനു മുമ്പുള്ള സ്റ്റേജിലും കുട്ടികൾക്ക് എന്തുണ്ട്, ഒരു സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് ഉണ്ട് എന്നാണ് ആര് പറയണത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയണത്. അത് ഓരോ സ്റ്റേജിലും അവർ എങ്ങനെയാണ് അത് ആസ്വദിക്കുന്നത്, അവരുടെ സെക്ഷുവൽ ഫീലിംഗ് എന്താ എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയണത്. 0 to 1 വരെ അഥവാ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓറൽ സ്റ്റേജ് ആണ്. അവർ പ്ലഷർ ത്രൂ സക്കിംഗ് ഓർ ബൈറ്റിംഗ് എക്സെട്ര. ഒരു പാല് കുടിക്കുമ്പോഴും അല്ലെങ്കിൽ അവര് നമ്മളിങ്ങനെ കിട്ടിയെടുത്ത് വെച്ച് കടിക്കുമ്പോഴും പാല് കടിക്കുമ്പോഴും അത്തരത്തിലുള്ള ബൈറ്റിങ്ങിലും സക്കിങ്ങിലുമാണ് അവര് പ്ലഷർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം ടു ഫൈൻഡ് പ്ലഷർ എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. എല്ലാവരും ഏതൊരു കാര്യം ചെയ്യുന്നതും പ്ലഷറിന് വേണ്ടിയാണെന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാദം. അതുകൊണ്ട് നിങ്ങളൊരു അഭിപ്രായം എന്താ? എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന്റെയൊക്കെ ബേസിക് നീഡ് എന്ന് പറഞ്ഞ് പ്ലഷർ ആവുന്നതാണ് പറയണേ. ആയിരിക്കോ? എന്താ ഒരു അഭിപ്രായം പറയും? നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊക്കെ പ്ലഷർ ബേസ്ഡ് ആണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞേ. കേൾക്കുന്നുണ്ടോ? എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ?
ഒക്കെ അങ്ങനെയാണോ? എല്ലാം അങ്ങനെയാണെന്നില്ലല്ലോ. ചിലതൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യും. ഒരു ഉദാഹരണം പറയും. ഉദാഹരണം എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു പ്ലഷർ പ്രിൻസിപ്പിൾ ഉണ്ടാവുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അഥവാ നമ്മളിപ്പോ ഒരു എന്താ നമ്മള് വീട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോ ഇഷ്ടമില്ലാണ്ട് ചെയ്യൂല, അതിൽ സന്തോഷം ഉണ്ടാവില്ലല്ലോ. നിർത്തിയിടല്ലേ? ഇവിടെ എന്താ അറിയോ, നമ്മളിപ്പോ ഏതൊരു വർക്കിംഗ് പ്ലേസ് ആണെങ്കിലും അങ്ങനെയല്ലേ, നമുക്ക് ഇത് നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല പറയണേ. ഒരാള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഉദ്ദേശിക്കണേ. നമ്മൾ ഒരു കാര്യം ചെയ്യാതെയാണ് നമ്മൾ ഉദ്ദേശിച്ച് നമ്മളൊരു കാര്യം ചെയ്യൂലേ, വളണ്ടറിലി നമ്മളൊരു കാര്യം ചെയ്യൂലേ, ആ കാര്യത്തെ കുറിച്ചാണ് പറയണേ. അതും നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ നമ്മളത് ചെയ്യണം എന്നുള്ളത്. ആരും ചീത്ത പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടല്ല, നമുക്ക് തോന്നുമല്ലോ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടാകും എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയണേ. ഓക്കെ, അത് ശരിയാണ്. ഇനി ഇല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി, അല്ലേ? അതാ നല്ലത്. അഥവാ ഐ വാണ്ട് ടു ഡു, ഐ ഹാവ് ടു ഡു, അങ്ങനെ രണ്ട് ഇതുണ്ട് അല്ലെ. ഐ വിൽ ഫീൽ പ്ലഷർ ഓർ ഹാപ്പി വെൻ ഐ വാണ്ട് ടു ഡു. അതുപോലെ തന്നെ ഐ ഫീൽ ഡിസ്ഗേസ്ഡ് വെൻ ഐ ഹാവ് ടു ഡു. വേറെ ആളിനോട് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സങ്കടം വരിക. എന്നാൽ അതൊക്കെ അതിന്റെ ജോലിയാണ്, ഞാനത് സന്തോഷം ചെയ്യട്ടെ എന്ന് കരുതുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ ചെറിയ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾ ഓറൽ സ്റ്റേജ് ആണ്. അവരുടെ വായിലൂടെ അവര് പാല് കുടിക്കുമ്പോഴും അവർ നമ്മളെ കടിക്കുമ്പോഴൊക്കെയാണ് അതിലൂടെ അവർ സന്തോഷം കിട്ടുന്നത്. ആ സന്തോഷം സൈക്കോ സെക്ഷൽ ഫീലിങ്സ് ആണെന്നാണ് പറയണേ. ഓക്കെ, ഈ ഫ്രോയിഡിന്റെ എല്ലാ തിയറിയുമായിട്ട് നമുക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ സോഷ്യലായിട്ടോ പൊരുത്തപ്പെടാൻ പറ്റിക്കോളണമെന്നില്ല. രണ്ട് ആനൽ സ്റ്റേജ് ആണ്, 2 to 3 years. കുട്ടികള് ബാത്റൂം അവർ അപ്പിടലും അവർ മൂത്രയിക്കലും അതിൽ അവർ ഭയങ്കരമായി ഉല്ലാസം കണ്ടെത്തും. കണ്ടില്ലേ? ഇപ്പൊ ഈ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളൊക്കെ മൂത്രയിക്കുമ്പോൾ എവിടെയാണ് മൂത്രയിക്കാൻ പറ്റാത്തത് അവിടെ തന്നെ പോയി മൂത്രയിക്കും, അല്ലെങ്കിൽ എവിടെയാണ് അപ്പിടാൻ പറ്റാത്തത് അവിടെ തന്നെ അപ്പിടും. അത്തരത്തില് അവരുടെ ഒരു ഏനൽ ഓർ ആനൽ റീജിയനുമായി ബന്ധപ്പെട്ടാണ് അവരുടെ സന്തോഷം എന്നുള്ളതാണ്. ആ സമയത്താണ് അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് മൂത്രയിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാത്റൂമിൽ പോകേണ്ടത് എന്നുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട സമയം 2 to 3 years ആണ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവരുടെ ബിഹേവിയർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പേഴ്സണാലിറ്റി ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഒരു 3 വയസ്സാണ് കുട്ടി, 3 വയസ്സായ ഒരു കുട്ടി എന്ത് ചെയ്യണം, കൃത്യമായി ബാത്റൂമിൽ പോയി വരണം. അത് ആ കൃത്യസമയവും അതിന്റെ ശുചിത്വവും ഒക്കെ കീപ്പ് ചെയ്ത് അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. 3 ഫാലിക് സ്റ്റേജ് ആണ്, 4 to 5 years ആണ്. ജെനിറ്റൽ ഈസ് ദ സെന്റർ ഓഫ് പ്ലഷർ. ആ സമയത്താണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 ടേംസ് ആണ്. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈഡിപ്പസ് കോംപ്ലക്സ്, ബോയ് മാനിഫെസ്റ്റ് ലവ് ടുവേർഡ് ഹിസ് മദർ. ആൺകുട്ടിക്ക് തന്റെ മദറിനോടായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഗേൾ മാനിഫെസ്റ്റ് ലവ് ടുവേർഡ്സ് ഫാദർ, ഇലക്ട്ര കോംപ്ലക്സ്. പെൺകുട്ടിക്ക് തന്റെ ഫാദറിനോടായിരിക്കും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഇതൊരു സൈക്കോസെക്ഷൽ അറ്റാച്ച്മെന്റ് ആണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? സൗണ്ട് കേൾക്കണില്ലേ? എന്റെ സൗണ്ട് കേൾക്കണില്ലേ? എന്തോ അത് അങ്ങനെ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല, തിയറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞതാണ്. ഒരു എന്തുകൊണ്ടാണ് നമ്മൾ പൊതുവെ അറിയില്ലേ, പെൺകുട്ടികളുണ്ടായാല് ഇപ്പച്ചൻ്റെ കുട്ടിയാണ് അറിയില്ലേ, അവർക്ക് കൂടുതൽ കെയറിങ് കിട്ടുന്നത്, അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടുന്നത് ഫാദറിന്റെ അടുത്ത് നിന്നായിരിക്കും. അതുകൊണ്ടായിരിക്കാം പെൺകുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫാദേഴ്സിനോട് അറ്റാച്ച്മെന്റ് കാണിക്കണേ. പക്ഷെ ഫ്രോയിഡ് പറയുന്നത് അതൊരു സൈക്കോസെക്ഷൽ അട്രാക്ഷൻ ആണ് എന്നുള്ളതാണ്. അത് ഫ്രോയിഡിന്റെ തിയറിയാണ്, അങ്ങനെ ഉണ്ടാവാൻ മതി. 4 ലൈറ്റൻസി പീരീഡ് ആണ്. അല്ല, ആ ഒരു സമയത്താണ് അത് ഫാലിക് സ്റ്റേജ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ പറഞ്ഞതാണ്. അതല്ലെങ്കിലും ഉണ്ടാവും. അത് ആ ഒരു പ്യൂബർട്ടി വരെയുള്ള ഒരു സമയമൊക്കെ അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവും. ഫാലിക് സ്റ്റേജിൽ ആക്ച്വലി ജെനിറ്റൽ ഈസ് സെന്റർ ഓഫ് പ്ലഷർ ആണ്. അവരുടെ ജെനിറ്റൽ ഭാഗങ്ങൾ അവർക്ക് പ്ലഷർ സീക്കിങ്ങിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്.
4 ലേറ്റൻസി പീരീഡിൽ 6 to puberty ആണ്. ഇവിടെ അഥവാ ഈ ഒരു 6 വയസ്സ് മുതൽ ഒരു 12 അല്ലെങ്കിൽ 11 വയസ്സ് വരെ സമയത്ത് അവർക്കൊരു സെക്ഷൽ പ്ലഷർ എന്നുള്ള സംഭവം അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സെക്സ് എന്ന് പറഞ്ഞത്. അവർ ഫുള്ള് സോഷ്യലൈസേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഹോബീസ് ആൻഡ് ഫ്രണ്ട്സ്, അഥവാ ഒരു 1 ക്ലാസ് മുതൽ ഉള്ള ഒരു സമയം, ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഒരു LP കാലഘട്ടത്തിൽ അവർക്ക് ഇങ്ങനത്തെ പ്ലഷർ സീക്കിംഗ് ഒന്നുമില്ല. അവർക്ക് ഫുള്ള് ഫ്രണ്ട്സ് ഉണ്ടാക്കുക, കളിക്കുക എന്നുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ദെൻ 5ാമത്തെ സ്റ്റേജിൽ ജെനിറ്റൽ സ്റ്റേജ് ഓർ പ്യൂബർട്ടി ഓർ അഡൾട്ട്ഹുഡ് എത്തോടുകൂടി വീണ്ടും പ്ലഷർ സെന്റർ അറൌണ്ട് ദ ജെനിറ്റൽ, അവരുടെ ജെനിറ്റൽ ഭാഗങ്ങളിലേക്ക് അവരുടെ പ്ലഷർ സീക്കിംഗ് അല്ലെങ്കിൽ പ്ലഷർ കോൺസെൻട്രേഷൻ വരുന്നു, മേക്കിംഗ് സെക്ഷൽ റിലേഷൻഷിപ്പ്. അപ്പോഴാണ് ലവ് അഫെയേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കണേ. ഇതിൽ മോസ്റ്റ് ഓഫ് ദം ശരിയാണ്, സമൂഹത്തിൽ കാണുന്നതാണ്. നമുക്കറിയാം ഇപ്പൊ നമ്മള് 6 വയസ്സിന് ശേഷമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവര് ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടിയോട് സംസാരിക്കൂല, അവർക്ക് ഭയങ്കരമായിട്ടോ ശത്രുക്കളൊക്കെ ആയിരിക്കും. അവര് 12-13 വയസ്സൊക്കെ ആവുന്ന സമയം വരെ, അല്ലെങ്കിൽ 14-15 വയസ്സൊക്കെ വരെയുള്ള, 15 12-13 ആ ഒരു പ്യൂബർട്ടിക്ക് വരുന്ന സമയം വരെ അപ്പൊ LP UP ഇനി കുഴപ്പമില്ല കളിക്കും, UP ഒക്കെ ആകുമ്പോഴേക്ക് ഭയങ്കര ശത്രുക്കളായിരിക്കും. ഒരു പരസ്പരം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഭയങ്കര വിരോധമായിരിക്കും ഉണ്ടാവുക. പിന്നെ 8ാം ക്ലാസ് തുടങ്ങി ആ ഒരു 12 മുതൽ അങ്ങോട്ടൊക്കെ ആണെങ്കിലാണ് അവർ ഫ്രണ്ട്സും അവർക്ക് അഫെയറും ഒക്കെ ഉണ്ടായി വരിക. ഓക്കെ, ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നാണ് ഇവിടെ, ഫ്രോയിഡിയൻ സ്റ്റേജ് എന്നാണ് കൊടുത്തിട്ടുള്ളൂ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഇനി ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആണ്. ആക്ച്വലി അവിടെ കുറെ പേഴ്സണാലിറ്റീസ് കൂടി ചേർന്നതാണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. സോ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സണാലിറ്റി ആണ്. കുറെ നമുക്ക് ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ നമ്മളിൽ പല പേഴ്സണാലിറ്റി ഒരുമിച്ച് വരുന്നതാണ്. ഇമോഷണലി ആൻഡ് സോഷ്യലി മെച്യൂർ ഇൻഡിവിജ്വൽസ് ഒക്കെ ഉണ്ടാവുക. കാരണം അവർക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും, പേഴ്സണൽ സ്കിൽസ് ഉണ്ടാവും, സോഷ്യൽ സ്കിൽസ് ഉണ്ടാവും ഒക്കെ ഉണ്ട്. അവർ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. ഇമോഷണലി ആൻഡ് സോഷ്യലി മെച്യൂർ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളുകളാണ്. വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. സോ ദേ ഹാവ് റിയലിസ്റ്റിക് അസസ്മെന്റ് ഓഫ് ഹിംസെൽഫ്. അവർക്ക് അവരെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദേ വിൽ ബി സ്റ്റേബിൾ ഓഫ് ഇൻ സെൽഫ് കോൺസെപ്റ്റ്. എന്താണ് ഞാൻ, എൻ്റെ റോൾ എന്താണ്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, എബിലിറ്റീസ് എന്താണെന്നൊക്കെ അവർക്ക് കുറച്ചുകൂടി ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഹയർ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം, അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ദെൻ ദർ വിൽ ബി ഹാർമണി ബിറ്റ്വീൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി. ഈ പല പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനിടയിൽ അവരൊരു ഹാർമണി കണ്ടെത്തും, അവരൊരു പൊരുത്തത്തിലെത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വൺസ് എബിലിറ്റീസ് ആൻഡ് കാപ്പബിലിറ്റീസിന്റെ ഇടയിലും അവർക്കൊരു ഹാർമണി ഉണ്ടാവും. എന്താണ് എൻ്റെ കഴിവുകൾ, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇത് തമ്മിലൊരു ബാലൻസിംഗിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്, എൻ്റെ കഴിവുകളും എൻ്റെ താല്പര്യം എന്ത്, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കഴിവുകളും എൻ്റെ സാഹചര്യങ്ങൾ എന്ത്, ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉണ്ടാവുക. ഹാർമണി ഓഫ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻ ആൻഡ് ലൈഫ് ഗോൾഡ് അല്ല ഗോൾ എന്നാണ്. ലൈഫിന്റെ ഗോൾ എന്ത്, നമ്മുടെ കൺസ്ട്രെയിൻസ്, നമുക്ക് ലിമിറ്റേഷൻസ് എന്ത്, സെൽഫ് കോൺസെപ്റ്റ് എന്ത്, എബിലിറ്റീസ്, കാപ്പബിലിറ്റീസ്, ഇതെല്ലാം മനസ്സിലാക്കി മാത്രം ബിഹേവ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്കിന്നറുടെ അഭിപ്രായത്തിൽ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് തോട്ട്, ഫീലിംഗ്, ഇന്റൻഷൻ ടു ആക്ടിവിറ്റി, അഫെക്ഷൻ, സിമ്പതി, കോപ്പറേഷൻ ആണ്. ഇവര് കൃത്യമായ അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇന്റൻഷൻ, അഫെക്ഷൻ, സിമ്പതി, കോപ്പറേഷൻ എല്ലാതും ഹാർമോണിയസ് ആയിരിക്കും, അത് ബാലൻസ്ഡ് ആയിരിക്കും. ഏതാണോ ഏത് സമയത്താണോ കൂടുതൽ വേണ്ടത് ആ സമയത്ത് അത് കൂടുതൽ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളേക്കാണ്. വില്യം ആൽപോർട്ട് പറഞ്ഞു വെക്കുന്നത് 2 പോയിന്റ്സ് ആണ്. ഒന്ന് സെൽഫ് എക്സ്റ്റൻഷനും സെൽഫ് ഒബ്ജക്ടിഫിക്കേഷനും ആണ്. സെൽഫ് എക്സ്റ്റൻഷൻ പറയുന്നത് ക്ലിയർ ലൈഫ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ്, അഥവാ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് അക്കോർഡിംഗ് ടു ആൽപോർട്ട് ക്ലിയർ ലൈഫ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഉണ്ടായിരിക്കും. ജീവിതത്തിന്റെ കൃത്യമായ മൂല്യങ്ങളും വിശ്വാസങ്ങളും കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഇവാലുവേറ്റ് വൺ സെൽഫ് വിത്തൗട്ട് എനി ബയാസ്. ബാക്കിയുള്ളവർ എന്ത് പറയണം എന്നുള്ളതല്ല, എന്താണ് ഞാൻ, എന്റെ സിറ്റുവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എന്റെ പേഴ്സണാലിറ്റി, കാപ്പബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, കൺസ്ട്രെയിൻസ്, ഗോൾ എല്ലാം കൃത്യമായി അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും എന്നാണ് ആൽബർട്ട് പറഞ്ഞത്. സോ ട്രൈ ടു ബി ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്
ഈ ഒരു ടേം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പേഴ്സണാലിറ്റി തിയറിന്റെ ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ചില അസസ്മെന്റുകൾ പരിചയപ്പെടാൻ മാത്രമേ ഉള്ളൂ, അസസ് ചെയ്യാനില്ല. അതിന്റെ റേറ്റിംഗ് സ്കെയിലോ അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷനോ അത്തരം ഒരു മേഖലയ്ക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഉണ്ട് എന്ന് പറയാനാണ്. ഓക്കെ, സോ പേഴ്സണാലിറ്റി അസസ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് വെരി ഏർലിയർ. കാരണം മുമ്പ് തന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. സം പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻവെന്ററീസ് വർ ഡെവലപ്ഡ്. അങ്ങനെ കുറെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളും പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് അഥവാ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടൂൾസ് ഒക്കെ ഉള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. Then before trying to measure personality, it is necessary to draw up a list of personality traits. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, പല പേഴ്സണാലിറ്റി ട്രേറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നമുക്ക് പേഴ്സണാലിറ്റി മെഷർ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. കാരണം വ്യത്യസ്തമായ കുറെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമുക്ക് അറിയണം എന്നുള്ളതാണ്. Then personality should be cautiously interpreted and supplemented by data from other sources. വ്യത്യസ്തമായ പല സോഴ്സിൽ നിന്ന് പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം, അത് ഇന്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെ ഈ പേഴ്സണാലിറ്റിയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ട് മാത്രമേ പേഴ്സണാലിറ്റി അസസ്മെന്റിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ്. ട്രെയിൻ ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഷുഡ് അണ്ടർടേക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ്. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ മാത്രമാണ് ഈ പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്താൻ പാടുള്ളൂ. കേൾക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇതില് പിന്നെ ഇത് ആക്ച്വലി ക്ലിനിക്കൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഒക്കെ അതിന് ടൂൾസുകൾ ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സും ബാക്കിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് വെച്ച് ചെയ്യേണ്ടതാണ്. അല്ലാത്ത ഒരാൾ ആ പേഴ്സണാലിറ്റി അസസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ. സോ 3 തരം മെത്തേഡ്സ് ആണ് അസസിങ് പേഴ്സണാലിറ്റിക്ക് ഉള്ളത്. അതിലൊന്ന് സബ്ജക്റ്റീവ് മെത്തേഡ്സ് ആണ്, 2 ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് 3 പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. ഓക്കെ, സബ്ജക്റ്റീവ് മെത്തേഡ്സ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ നിങ്ങളുടെ ബുക്കിലുള്ള ഒരു ഡയഗ്രാം ആണ്, ഡയഗ്രാം അല്ല ഒരു ചാർട്ടാണ്. ഇത് മാത്രമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ ഒരു ഭാഗം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്റ്റീവ് മെത്തേഡ്സ് അത് നമ്മൾ ഓട്ടോബയോഗ്രഫി, സെൽഫ് റേറ്റിംഗ്, എലിസിറ്റിംഗ്, വെർബൽ റെസ്പോൺസ്, ക്വസ്റ്റ്യനേഴ്സ് ഓഫ് ദി സബ്ജക്ട്, അഥവാ നമ്മളെ കുറിച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യനേഴ്സ് അടങ്ങിയ സംഭവങ്ങളാണ്. ഇതിൽ ബാക്കി പറയുന്നുണ്ട്, അതിന്റെ ഓരോരോ പേഴ്സണാലിറ്റി മെത്തേഡ്സ് അതിൽ പറയുന്നുണ്ട്. അപ്പം അവിടെ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, ഇൻവെന്ററീസ്, ഇന്റർവ്യൂ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റീസ്, ഇങ്ങനെ ഈ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പൊ അത് ആ സബ്ജക്റ്റിനെയാണ് അത് ചെയ്യുക. അതുകൊണ്ടാണ് സബ്ജക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പോ എന്റെ പേഴ്സണാലിറ്റി അളക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുക, അത് എഴുതുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ റേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ വേറെ ആൾക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, പക്ഷെ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക. ഒബ്ജക്റ്റീവ് മെത്തേഡിലാണെങ്കിൽ വേറൊരാളെ നമ്മൾ ചെയ്യുന്നതാണ്. ഒബ്സർവ് ആൻഡ് റേറ്റ് ഫിസിയോളജിക്കൽ മെഷേഴ്സ് ആൻഡ് ബിഹേവിയറൽ കോമ്പണൻസ്. വേറൊരാളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, പെർഫോമൻസ് ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ് ഒക്കെ വരും. നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷനിൽ ഓരോരുത്തരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നമ്മൾ മാർക്ക് ഇടുന്നതൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ് മെത്തേഡ്സിൽ വരിക. പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ നമ്മൾ അവർക്ക് ചില ടാസ്കുകൾ കൊടുക്കുകയാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് തന്നെ 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പെർസെപ്റ്റീവ് ടെക്നിക്ക്, അപ്പർസെപ്റ്റീവ് ടെക്നിക്ക്, പ്രൊഡക്റ്റീവ് ടെക്നിക്ക്. ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, ബാക്കി അതിൽ വരുന്നുണ്ട്. ആ സമയത്ത് അത് നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റീവ് മെത്തേഡ്സ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ 3 തരത്തിൽ 3 മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോന്നിലും വരുന്ന കാറ്റഗറീസ് അല്ലെങ്കിൽ അസസിങ് മെത്തേഡ്സ് കൂടി അതിൽ നോക്കി വെക്കുക. ഈ ഒരു ടേബിൾ, ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഇൻവോൾവ് ഡയറക്റ്റ് ഇന്റർവ്യൂ ബിറ്റ്വീൻ ടെസ്റ്റർ ആൻഡ് ദ സബ്ജക്ട്. അപ്പൊ ഒരാള് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്ന ഒരു ടെസ്റ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സബ്ജക്ട് ഉണ്ടാവും, ടെസ്റ്റീ ഉണ്ടായിരിക്കും. സോ അവർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർ റിപ്ലൈ തരും അല്ലെ. ദ ഇന്റർവ്യൂവർ അറൈവ് അറ്റ് എ സർട്ടൻ കൺക്ലൂഷൻ. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനം ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്നതാണ്, ഒരു സർട്ടൻ കൺക്ലൂഷൻക്ക് എത്താണ് അതിൽ ചെയ്യുക. സോ ഇന്റർവ്യൂ മേ ബി ഇൻട്രൊഡക്ടറി, ഫാക്ട് ഫൈൻഡിങ് ഓർ ഡയഗ്നോസ്റ്റിക് ഒക്കെ ആയിരിക്കാം. സോ ഇന്റർവ്യൂസ് മേ ബി ഇൻട്രൊഡക്ടറി, അതൊരു ജസ്റ്റ് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഒരു ഇൻട്രൊഡക്ടറി ആയിരിക്കാം. ചിലപ്പോൾ ചില ഫാക്ടുകൾ അതിൽ കണ്ടെത്തും, ചിലപ്പോൾ ചില ഡയഗ്നോസ്റ്റിക്, അപ്പൊ ഇദ്ദേഹം ഇന്ന പേഴ്സണാലിറ്റി ആണ്,
ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഡയഗ്നോസിലേക്കൊക്കെ അത് പോകാം. ഇറ്റ് മേ ബി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ്. വളരെ കൃത്യമായി ഒരു ക്ലിനിക്കിൽ ഇരുന്ന് ഫേസ് ടു ഫേസ് ഇരുന്ന് ഇന്റർവ്യൂ നടത്തിയേക്കാം, അത് സ്ട്രക്ചേർഡ് ആണ്. എന്നാൽ അതുപോലെ തന്നെ കൃത്യമായി ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് നടത്തുന്നതൊക്കെ സ്ട്രക്ചേർഡ് ആണ്. അൺസ്ട്രക്ചേർഡ് ആകുമ്പോൾ ജസ്റ്റ് ഒരു രണ്ടുപേർ തമ്മിൽ കാണുന്നു, അല്ലെങ്കിൽ ഫോം വിളിക്കുന്നു, പരസ്പരം കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ ആൻസറിന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അത് അൺസ്ട്രക്ചേർഡ് ആണ്. ദെൻ എസ്റ്റാബ്ലിഷ് റാപ്പോ ഇൻ ദ ബിഗിനിങ്. ഏതൊരു കൗൺസിലിംഗ് ആവട്ടെ, ഏതൊരു ഇന്റർവ്യൂ ആവട്ടെ, അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ഒരു റാപ്പോ ബിൽഡിംഗ്, അവരുമായിട്ടുള്ള ഒരു മാനസിക ബന്ധം ഉണ്ടാക്കല് വെരി എസെൻഷ്യൽ ആണ്. അത് തുടക്കത്തിൽ ഉണ്ടായിരിക്കണം. ദ ആൻസേഴ്സ് ഓഫ് ദ ഇന്റർവ്യൂവി മേ ബി നോട്ട് ഡൗൺ. ഈ ഇന്റർവ്യൂവി അഥവാ സബ്ജക്റ്റ് എന്താണ് ആൻസർ പറയുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്തേക്കാം, അത് ഓഡിയോ റെക്കോർഡ് ചെയ്തേക്കാം, നമ്മൾ എഴുതി വെച്ചേക്കാം അത്തരത്തില്. കാരണം നമുക്ക് അതിനെ വീണ്ടും വീണ്ടും മെഷർ ചെയ്യണം, ഡൗട്ട് വന്നാൽ വീണ്ടും മെഷർ ചെയ്യേണ്ടി വരും. സോ ഇന്റർവ്യൂ ഇസ് എ മെത്തേഡ് ടു അസസ് പേഴ്സണാലിറ്റി. അത് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് ദിസ് സ്കിൽ ഇസ് നോട്ട് പ്രസന്റ് ഇൻ ഓൾ ടു ദ സെയിം ഡിഗ്രി. ഇതൊരു ആർട്ടാണ്. ഇന്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു സ്കില്ലാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സബ്ജക്ടിവിറ്റി മേ ബി ഇൻവോൾവ്ഡ്. ഇപ്പൊ ഞാനാണ് ഇന്റർവ്യൂവർ, സങ്കല്പിക്കുക. ഞാൻ ഇന്റർവ്യൂവിനെ പല ചോദ്യങ്ങൾ ചോദിച്ച് നടത്തുമ്പോൾ എന്റെ പേഴ്സണാലിറ്റി എന്താണോ അതിനനുസരിച്ചുള്ള ഇന്ന ക്വസ്റ്റ്യൻസ് മാറും, റിസൾട്ട് മാറും. സോ ദ ഇന്റർവ്യൂവർ മേ ഡോമിനേറ്റ് ദ ഇന്റർവ്യൂ, അല്ലെ? ഇന്റർവ്യൂവിന്മേൽ ഒരു പക്ഷേ ഇന്റർവ്യൂവർ ഡോമിനേറ്റഡ് ആയിരിക്കും. നമുക്ക് കൃത്യമായി അതിനെ കുറിച്ച് ധാരണ കിട്ടാൻ വേണ്ടി പല ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ ഡോമിനന്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇന്റർവ്യൂവർ മേ ട്രൈ ടു തേഴ്സ് ഹിസ് ഐഡിയ ഓൺ ദ ഇന്റർവ്യൂവി. നമുക്ക് തോന്നുകയാണ് ഇന്ന പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ ഇന്നതാണ് പ്രശ്നം, അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. പക്ഷെ ഒരു പക്ഷെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ എന്റെ അറിവ് വെച്ച് ഞാൻ ചെയ്യുന്നതാണ് ആക്ച്വലി അതിന്റെ റിസൾട്ട് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇത് സബ്ജക്റ്റീവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കുറച്ച് യൂസസ് ആണ്. ബെസ്റ്റ് ഓപ്ഷൻ ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം ചിൽഡ്രൻ, സീനിയർ സിറ്റിസൺ ആൻഡ് പേഷ്യന്റ്, ഇല്ലിറ്ററേറ്റ് എക്സെട്ര. ഇപ്പൊ ഒരാൾക്ക് എഴുത്തുവാനും അറിയില്ല, അല്ലെങ്കിൽ പല ആളുകളും അവരുടെ ജസ്റ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഇന്റർവ്യൂ നല്ലതാണ്. It is used for more routine activities like students admission, filling vacant posts, medical counseling, appointing staff, etc. അതിനൊക്കെ ഇന്റർവ്യൂ നല്ലതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അയാളെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ജോബിലേക്ക് പറ്റുന്ന ഒരാളാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസർച്ചിൽ ഒരു ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ടൂൾ ആയിട്ട് നമുക്ക് ഇന്റർവ്യൂ ഉപയോഗിക്കാം. And getting reliable informations because they have to just talk. കാരണം ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയേക്കാം. കാരണം ഇന്റർവ്യൂവിനെ സംബന്ധിച്ച്, സബ്ജക്റ്റിനെ സംബന്ധിച്ച് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ അതിന് ആൻസർ ചെയ്താൽ മാത്രം മതി, വലിയ റിസ്ക് ഒന്നുമില്ല. ചാൻസ് ഫോർ ക്ലാരിഫൈങ് ഡൗട്ട്സ്. ഇപ്പൊ എന്തെങ്കിലും അവർ പറയുമ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇതെന്താ എങ്ങനെ പറഞ്ഞത്, ഇതിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യങ്ങൾ ആൻസർ പറഞ്ഞു, 2 ആൻസർ ആണ്, ഇതിൽ ഏതാ ശരി എന്ന് ചോദിക്കാം. അതുപോലെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്താൽ ഇങ്ങോട്ട് ആൻസർ തന്നാൽ തിരിച്ച് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമെന്റ് കനോട്ട് മോഡിഫൈഡ് ആൻഡ് റെസ്പോൺസ്. അവർ പിന്നെ പറഞ്ഞ ആൻസർ പിന്നെ മോഡിഫൈ ചെയ്യുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. സോ അത്തരത്തിൽ നമുക്ക് കൃത്യം ഡാറ്റ കളക്ട് ചെയ്യാൻ ഇന്റർവ്യൂ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൽ ആരെങ്കിലും ഫോർമൽ ആയിട്ട് ഒരാളെ ഇന്റർവ്യൂ നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഒരു സ്ട്രക്ചേർഡ് ആയി ഇന്റർവ്യൂ നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും? ഹലോ, എനിക്ക് ഞങ്ങൾ ബി.ടെക് പഠിക്കുന്ന സമയത്ത് നമ്മളെ ചന്ദ്രികന്റെ ഒരു സ്പോർട്സ് എഡിറ്റർ ഉണ്ട്, അറിയോ? കമാൽ വരദൂർ, കേട്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടല്ലേ? ഞാൻ വലിയ സംഭവം പറയാൻ വിചാരിച്ചു, എന്നാ വേണ്ട. അതിൽ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഉള്ള ഒരു അവസരം കിട്ടി. അതിന് നമ്മള് ഇതിനുള്ളൊരു ഒരുക്കം, അല്ലെ? നമ്മളൊരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴേ ശരിക്കും ആ വ്യക്തിനെ കുറിച്ച് ഫുള്ള് പഠിക്കണല്ലോ. നമ്മളിപ്പോ ഈ ഇഷ്ടംപോലെ ചാനൽസിലും ഒക്കെ ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് ഇല്ലേ, അവർ ജസ്റ്റ് പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കല്ല, അവരെ കുറിച്ച് സ്കൂളിൽ വെച്ചിട്ടില്ലേ ഇതുപോലെ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല, പഠിപ്പിച്ചത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ളത് പഠിപ്പിച്ച് തന്നിട്ട് പോയി ചോദിച്ചിട്ടുണ്ട്. എന്താന്നില്ലേ IAS ആ സാറിന്. എന്താ പറയാത്തെ?
അല്ല അത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നല്ല, ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്നിട്ട് പോയി ചോദിച്ചല്ലേ. എന്താരോ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിക്കോട്ടെ വെച്ചിട്ടായിരിക്കും, ഫോർമൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് റേറ്റിംഗ് സ്കെയിൽ. അപ്പൊ ഇന്റർവ്യൂ എന്നുള്ളത് പല ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും, ഇത് പഠിക്കാനില്ല. പിന്നെ റേറ്റിംഗ് സ്കെയിൽ പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളൊരു സെന്റൻസ് ഉണ്ടാവും, അതില് 5, 4, 3 ഒക്കെ ചിലപ്പോൾ 2 റേറ്റിംഗ് സ്കെയിലൊക്കെ ഇട്ടിട്ട് അല്ലെ, ഉണ്ട്, ഇല്ല, അല്ലെങ്കിൽ ഏറ്റവും മികച്ചത്, കുഴപ്പമില്ല, ഏറ്റവും മോശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3, 4, 5 ഒക്കെ വെരി ഗുഡ്, ഗുഡ്, ആവറേജ്, നീഡ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷിൽ റേറ്റിംഗ് സ്കെയിൽ ഇടാം. സോ അത്തരത്തിലുള്ളതാണ് റേറ്റിംഗ് സ്കെയിൽ ഉദ്ദേശിക്കുന്നത്. ന്യൂമറിക്കൽ സ്കോറിംഗ് ആണ്. ജനറലി യൂസ് 5-point സ്കെയിൽ. റേറ്റിംഗ് മേ ബി സെൽഫ് റേറ്റിംഗ് ഓർ എക്സ്പെരിമെന്റൽ റേറ്റിംഗ്. ഇത് നമുക്ക് ഒരാൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഒരാൾ പേഴ്സണാലിറ്റി അളക്കണം. ഓക്കെ, അപ്പൊ ഐ റീഡ് നോവൽസ് അല്ലെങ്കിൽ ഐ റീഡ് ന്യൂസ് പേപ്പർ ഓൾവേസ്, റയർലി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അയാൾക്ക് ന്യൂസ് പേപ്പർ റീഡിങ് എന്നുള്ള സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ ഹൈജീന് കീപ്പ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഇങ്ങനെ റേറ്റിംഗ് ഇട്ട് കൊടുക്കുക. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആ ഒരു ബിഹേവിയർ അവർക്ക് ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അത് സെൽഫായിട്ട് റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് വായിച്ച് സ്വന്തം നമ്മൾ റേറ്റ് ചെയ്യുന്നതുകൊണ്ട്, എക്സ്പെരിമെന്റ് നടത്തുന്ന ആള് റേറ്റ് ചെയ്യുന്നതുകൊണ്ട്. റേറ്റിംഗ് ഓഫ് അതേഴ്സ് ഇസ് മോർ ഒബ്ജക്റ്റീവ് ആൻഡ് വാലിഡ്. അത് കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ആണ് എന്നാണ് റേറ്റിംഗ് സ്കെയിലിനെ കുറിച്ചിട്ട് പറയുന്നത്. ജസ്റ്റ് റേറ്റിംഗ് സ്കെയിൽ എന്നുള്ള സംഭവം എന്താ മനസ്സിലാക്കാനുള്ളൂ. പിന്നെ ക്വസ്റ്റ്യനെയറിന്റെ സ്പെല്ലിംഗ് നോക്കണം. വെറുതെ ക്വസ്റ്റ്യൻ എന്ന് മാത്രം എഴുതിക്കരുത്, ക്വസ്റ്റ്യനെയർ ആണ്. അറിയാലോ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. there are some questions, so the respondent answer the questions, അല്ലെ. various important questions regarding the topic included. നമുക്ക് എന്താണോ അറിയേണ്ടത് ആ മേഖലയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും. So testee has to note down the answers for the series of questions found in a printed sheet. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഒരു പ്രിന്റഡ് ഷീറ്റിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കും, അവരത് നോക്കി ആൻസർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രം ദ ആൻസേഴ്സ് വി ക്യാൻ ജഡ്ജ് ദെയർ പേഴ്സണാലിറ്റി എന്നാണ്. സോ അവർ തരുന്ന ആൻസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യും. ഒരു മോഡൽ ക്വസ്റ്റ്യനെയർ നിങ്ങളുടെ പേജ് നമ്പർ 229 229 ഉണ്ട് എന്നൊക്കെ അതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനെയറിനെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. അവര് റിയൽ ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്ന രൂപത്തിൽ ആൻസർ ചെയ്യണമെന്നില്ല. ഇറ്റ് ഈസ് റെയർ ഫോർ എനി റെസ്പോണ്ടന്റ് ടു മാർക്ക് ഹിസ് റിയൽ പേഴ്സണാലിറ്റി. അതുപോലെ ദിസ് മെത്തേഡ് ഈസ് സബ്ജക്റ്റീവ്. ദ റിസൾട്ട് കനോട്ട് ബി വെരിഫൈഡ്. നമുക്ക് കൃത്യമാണ് അവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ദ ക്വസ്റ്റ്യനെയർ വിൽ ലാക്ക് കൺസ്ട്രക്ട് വാലിഡിറ്റി. അതിന്റെ ഒരു വാലിഡിറ്റി ഒക്കെ കൃത്യമാണെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ ലിമിറ്റേഷൻസ്. കാരണം എപ്പോഴും അതേ ആൻസറിനെ ആ വ്യക്തിക്ക് ഉണ്ടായിക്കോളുന്നില്ല, അവർ കൃത്യമായി ആൻസർ ചെയ്തോളുന്നില്ല. അതിന്റെ കുറച്ച് മെറിറ്റ്സ് ആണ്. ഇത് എക്കണോമിക്കലാണ്. കാരണം കുറച്ച് സമയം കൊണ്ട് കുറച്ച് പൈസ കൊണ്ട് കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ക്യാൻ ബി യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ഇൻ ദർ ക്ലാസ് റൂം. ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റ് ടു എ നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് എ ടൈം. ഇപ്പൊ 100 പേരുണ്ടെങ്കിലും 100 പ്രിന്റ് ഉണ്ടെങ്കിൽ 100 പേർക്ക് ഒരു സമയത്ത് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് 100 പേരും അത് ഫില്ല് ചെയ്ത് നമുക്ക് പക്ഷെ തന്നേക്കാം. ദെൻ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ആണ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ട്രൈ ടു ഗെറ്റ് ഫണ്ടമെന്റൽ ഓർഗനൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ. അൺസ്ട്രക്ചേർഡ് സ്റ്റിമുലി പ്രസന്റഡ് ടു ദ സബ്ജക്ട് ഹി ഈസ് ആസ്ക്ഡ് ടു സ്ട്രക്ചർ ദം എനിവേ ഹി ലൈക്സ്. കുറച്ച് ഡോട്ട്സ് കാണിച്ചു കൊടുത്തിട്ട് എന്താണ് നിങ്ങൾ അതിലൂടെ കാണുന്നത്, അല്ലെങ്കിൽ വാഗ്യൂ പിക്ചേഴ്സ് കൊടുക്കുകയാണ്. വ്യക്തമല്ലാതെ ചിത്രം കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് പിക്ചറായി കാണുന്നത്, അല്ലെങ്കിൽ കുറച്ച് മഷി പറഞ്ഞത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഇൻകംപ്ലീറ്റ് സെന്റൻസ് കൊടുത്തിട്ട് ആ സെന്റൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരൂ എന്നൊക്കെ പറയാണ്. അവർ കംപ്ലീറ്റ് ചെയ്യുന്ന സെന്റൻസ് നമ്മൾ മനസ്സിലാക്കണം അവരുടെ പേഴ്സണാലിറ്റി എന്താണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇങ്ക് ബ്ലോട്ട് ഉണ്ട് സങ്കല്പിക്കുക, ഒരു മഷി. അത് കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇതൊരു മൃഗമാണ് തോന്നിയാല് മൃഗവുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയിലൂടെ അവർ കടന്നു പോകുന്നു മനസ്സിലാക്കാൻ പറ്റും. അതല്ല അവർക്ക് തോന്നുന്നത് ഒരു ഹൃദയമാണ്. അങ്ങനെ അവരെന്താണോ അവർക്ക് ചിന്തയിൽ വരുന്നത് അതനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ലോണം പഠിച്ച് ഇതിന്റെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഇതിന് പല ടെസ്റ്റുകൾ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നും നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സെന്റൻസിൽ നിന്ന്, നമ്മൾ എഴുതുന്ന ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഇതിൽ പഠിക്കാനുള്ളത്.
Okay. Subject quite unknowingly project his own desires, hopes, fears, repressed wishes, etc. ഇതിലേ പിന്നെ ഈ പ്രൊജക്ട് ടെക്നിക്കിലൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറയാനുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സൈക്കോളജി ടെസ്റ്റിന്റെ ഉദാഹരണമാണ്. ഒരു കുട്ടി, ഒരു 16-18 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ ഒരു കൗൺസിലർക്ക് കൊണ്ടുപോകാണ്. അപ്പൊ ആ കുട്ടി ഭയങ്കര പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്നു, ഭക്ഷണം കഴിക്കണില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടാണ്. അങ്ങനെ ആ കുട്ടിക്ക് പിന്നെ ഇങ്ങനൊരു ഇൻക്ലോഗ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ആ കുട്ടിന്റെ പേഴ്സണാലിറ്റിയും അവന്റെ ഇഷ്യൂ അവളുടെ ഇഷ്യൂ അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു ഇൻക്ലോഡ് കൊടുത്തപ്പോ ആ കുട്ടി ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ അതിന് പറഞ്ഞത് അത് ബ്ലഡ് ആണെന്നുള്ളതാണ്. അപ്പം ആക്ച്വലി അത് സംഭവിച്ചെന്ന് വെച്ചാല് ആ കുട്ടി ഒരു സെക്ഷൽ ഹരാസ്മെന്റ് വിധേയമാക്കപ്പെടുകയും ആ കുട്ടിയുടെ മനസ്സിൽ ഫുള്ള് ആ ഒരു സംഭവവും അവിടെ കണ്ട ചിത്രങ്ങളൊക്കെയാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ ആ ഒരു കുട്ടിന്റെ പ്രശ്നത്തിലേക്ക് എത്തി എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞ വിഷയം. ഇതൊരു സൈക്കോളജിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് പേഴ്സണാലിറ്റി അളക്കാനും ഓരോരുത്തർ ചിന്തകളും പ്രശ്നങ്ങളും കണ്ടെത്താൻ വരെ സാധിക്കും എന്നുള്ളതാണ്. അത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്നുള്ളതാണ്. അതേമാതിരി ഒരു ചെറിയ തീം കൊടുത്തിട്ട് സ്റ്റോറി പറയാം, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് സ്റ്റോറി എഴുതാൻ പറയാം. അവരെഴുതുന്ന സ്റ്റോറിയിൽ അവരുടെ പേഴ്സണാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് സൈക്കോളജിയിൽ പറയുന്നത്. ഇപ്പോൾ 3 types ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് താഴെ പറയുന്നത്: പെർസെപ്റ്റീവ്, അപ്പെർസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. അതിൽ പെർസെപ്റ്റീവ് ടെസ്റ്റ് സബ്ജക്ട് ഈസ് ടു റിപ്പോർട്ട് വാട്ട് ഹി പെർസീവ് ഓഫ് ദി സ്റ്റിമുലസ് പ്രസന്റ്. നമുക്ക് മുന്നിൽ കണ്ട ഒരു രൂപം, ആ രൂപത്തിൽ നമുക്ക് എന്താണ് കണ്ടത്, നമ്മൾ എന്താണ് തോന്നുന്നത്, അത് ആ ഒരു സബ്ജക്റ്റ് പറയാ എന്നുള്ളതാണ് പെർസെപ്റ്റീവ്. എന്താണ് പെർസീവ് ചെയ്തത് എന്നുള്ളതാണ്. പെർസീവ് എന്ന് പറഞ്ഞാല് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോട് നമുക്ക് കണ്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചിത്രമാണ് പെർസെപ്ഷൻ. 2 അപ്പെർസെപ്റ്റീവ് ആണ്. ദ സബ്ജക്ട് ഗോസ് ബിയോണ്ട് what he perceives and offers instead and elaborate a story. ഇവിടെ രണ്ടാമത്തേല് ആ കണ്ടത് പറഞ്ഞാൽ മാത്രം പോരാ, അതിൽ നിന്ന് ഓഫേഴ്സ് എലാബറേറ്റ് സ്റ്റോറി. ആ എന്താണ് ഒരു ഇൻസിഡന്റ് എന്ന് വരെ പറയണം, കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് സബ്ജക്ട് പറയണം. ഓക്കെ, അതാണ് അപ്പെർസെപ്റ്റീവ് എന്ന് പറയുന്നത്. 3 പ്രൊഡക്റ്റീവ് ആണ്. സബ്ജക്ട് പെർഫോം ഡ്രോയിങ്, മേക്സ് ഓഫ് പ്ലാസ്റ്റിക് ക്ലേ എക്സെട്ര. തന്റെ മനസ്സിലുള്ള ആ രൂപം വെച്ചിട്ട് ഈ സബ്ജക്ട് എന്ത് ചെയ്യണം, ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യണം. അത്തരത്തിലൊരു 3 രൂപങ്ങളാണ്. ഒന്ന് ജസ്റ്റ് എന്താണ് കണ്ടേന്നുള്ളത് മനസ്സിലായത് പറഞ്ഞാൽ മതി, പെർസെപ്റ്റീവ്. അപ്പെർസെപ്റ്റീവിലാണെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 അവരായിട്ട് എന്ത് ചെയ്യണം, അവരുടെ സ്കില്ല് ഉപയോഗിച്ച് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു മോഡലിങ്ങോ ചെയ്യണം. ഇങ്ങനെ ഒരു 3 സ്റ്റേജസ് ആണ് പ്രൊജക്റ്റീവ്. സ്റ്റേജ് മീൻ 3 ടൈപ്സ് ആണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ആക്ച്വലി ടെസ്റ്റ് ഐറ്റംസ് ആർ ക്വൈറ്റ് അൺഫെമിലിയർ ടു ടെസ്റ്റേഴ്സ്. എപ്പോഴും ഈ വരുന്ന കുട്ടികൾക്ക് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഇങ്ക്സ് കണ്ടാല് അല്ലെങ്കിൽ കുറച്ച് മഷി കണ്ടാൽ അത് എന്താ പറയാൻ പറ്റിക്കോളന്നില്ല. അതുപോലെ തന്നെ റെസ്പോൺസസ് ഓഫ് ദ ടെസ്റ്റീസ് ആർ യുണീക്ക്. 4 ആള് കണ്ടാൽ 4 രൂപത്തിലാണ് പറയാം. റിവീലിംഗ് ഹിസ് പേഴ്സണാലിറ്റി മേക്കപ്പ്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഇരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടുക. Then items are test subjects, aesthetic sense and imaginative ability. അപ്പൊ ഈ ടെസ്റ്റ് സബ്ജക്റ്റുകൾ അവരുടെ എസ്തെറ്റിക് സെൻസ് വെച്ചിട്ട് അവരുടെ ഇമാജിനേറ്റീവ് എബിലിറ്റി വെച്ചിട്ടാണ് അവരുടെ ആൻസറുകൾ വരിക. 4 ടെസ്റ്റ് ഐറ്റംസ് പ്രസന്റഡ് ആർ ജനറലി ആംബിഗസ്, അൺസ്ട്രക്ചേർഡ് ആൻഡ് വാഗ്യൂ. ഈ ഓരോരുത്തരും മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ കുറെ ഡോട്ട്സ് കയറും. ആ ഡോട്ട്സ് എന്താണ് നിങ്ങൾക്ക് കാണുന്നത് എന്നാണ് ചോദിക്കുക. അത് വ്യത്യസ്തമായ ആംബിഗിറ്റി അതിനുണ്ടാവും, ദ്വയാർത്ഥങ്ങൾ അതിനുണ്ടാകും. അത് സ്ട്രക്ചേർഡ് ആയിക്കൊള്ളുന്നില്ല, അതൊരു വാഗ്യൂ ആയിരിക്കും, അൺക്ലിയർ ആയ ഒരു വസ്തു ആയിരിക്കും. 5 ഡു നോട്ട് ഡിമാൻഡ് എലാബറേറ്റ് ആൻസേഴ്സ് ഫ്രോം ദ ടെസ്റ്റ്. ചില സമയത്തൊന്നും നമുക്ക് അവരുടെ എലാബറേറ്റ് ചെയ്തൊരു ആൻസർ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. 6 ദ ഇന്റർപ്രിട്ടേഷൻ ഈസ് മെയ്ഡ് നോട്ട് ഓൺ ദ ബേസ് ഓഫ് വൺ റെസ്പോൺസ് അലോൺ. ഒരാളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രം അതിന് നമുക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടിക്കൊള്ളുന്നില്ല. റദർ ദാൻ ഇൻ റിലേഷൻ ടു ദ ടോട്ടൽ കോൺഫിഗറേഷൻ ഓഫ് റെസ്പോൺസ്. ഒരു ഇമേജ് കണ്ടുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഒന്നും അത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം സീരീസ് ഓഫ് ഇമേജസ് കാണേണ്ടിയൊക്കെ വന്നേക്കാം. അപ്പൊ അതില് പ്രൊജക്റ്റീവ് ടെക് പറഞ്ഞാല് നമുക്ക് ആദ്യമായി ചെയ്യുന്ന ഒരാൾക്ക് അതിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരു അൺഫെമിലിയാരിറ്റി അവിടെ ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ റോർഷാഗിന്റെ ഇങ്ക്ബ്ലോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ടെസ്റ്റിനെ കൂടുതൽ ഇതിന് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്നും അതിന്റെ ഫീച്ചേഴ്സും മാത്രം പഠിക്കാനുള്ളൂ. ഇത് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹെർമാൻ റോർഷാഗ്
കൺസിസ്റ്റ് ഓഫ് 10 cards. 10 കാർഡുകളുടെ ഒരു ടെസ്റ്റ് ആണ്. കാർഡ് ഷോയിങ് ആൻ ഇങ്ക് ബ്ലോക്ക് ഫിഗർ വിച്ച് കൺവേ നോ സ്പെസിഫിക് മീനിങ്. കുറെ ഇങ്ക് ഇടല, നമ്മൾ മഷി ഇങ്ങനെ പരന്ന പോലെയാണ്. അപ്പൊ കുറച്ച് ചുവപ്പ് മഷിയും കുറച്ച് കറുത്ത മഷിയൊക്കെ ഇങ്ങനെ കൂടിക്കാൻ പരന്ന് കിടക്കണണ്ട. അത് കണ്ടാൽ നമുക്ക് തോന്നൂലേ ഇതൊരു ആമന പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടാൽ പർവ്വതം പോലെ തോന്നും. അങ്ങനെ അത്തരത്തിലുള്ള ചില ഇമേജസ് ആണ് ആക്ച്വലി ഇതിലുണ്ടാവുക. അപ്പോൾ ഔട്ട് ഓഫ് 10, 5 ആർ കളേർഡ് ആൻഡ് 5 ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് റോർഷാക്കിന്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ അതിന്റെ ഇമേജസ് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു സ്ലൈഡിൽ അത് ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, ഇട്ടിട്ടില്ല. അപ്പം അത് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു രൂപം തോന്നും, അത് നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് ദ സബ്ജക്ട് ഈസ് ഷോൺ ദ കാർഡ്സ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. 10 cards ഉണ്ട് പറയില്ലേ. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിൽ കാണിച്ചു കൊടുക്കണം. സോ വാട്ട് ഹി സീസ് ഇൻ ദ പിക്ചർ, വാട്ട് ക്യാൻ യു സീ? ഈ ഓരോ കാർഡ് കാണിക്കുമ്പോഴും എന്താണ് നിങ്ങൾക്ക് കാണുന്നത് എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ സബ്ജക്ട് സജസ്റ്റഡ് ഹിസ് റെസ്പോൺസ്. അവരെന്ത് ചെയ്യും, ആ കാണുന്ന സബ്ജക്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണോ നടത്തുന്നത് ആ വ്യക്തി അവരുടെ റെസ്പോൺസ് പറഞ്ഞു കൊടുക്കുക. സോ ഇറ്റ്സ് നോ ടൈം ലിമിറ്റ് ഫോർ ദ ടെസ്റ്റ്. ഓരോ ടെസ്റ്റ് ഇങ്ങനെ ഓരോ കണ്ടാലില്ലേ നമുക്ക് പെട്ടെന്നത് പറയാൻ കഴിഞ്ഞോളുന്നില്ല. 10 cards ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ കാർഡ് കണ്ടു, ഇത് എനിക്ക് ഒരു മനുഷ്യനെ പോലെ തോന്നുന്നു. ഓക്കെ, 2 കണ്ടാൽ ഇത് എനിക്കൊരു കുട്ടിയെ പോലെ തോന്നുന്നു. 3 ഇത് എനിക്കൊരു മുതലയെ പോലെ തോന്നുന്നു. അങ്ങനെ നമുക്ക് ഓരോ തോന്നലുകൾ വരും. പക്ഷെ ചിലത് കാണുമ്പോൾ ഒന്നും തോന്നില്ല. അപ്പൊ ഒന്നും ആലോചിക്കേണ്ടി വരും. ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല എന്നുള്ളതാണ്. ദെൻ സൈക്കോളജിസ്റ്റ് നോട്ട് ഡൗൺ ദ റിയാക്ഷൻ ആൻഡ് മേക്കിംഗ് ഫൈനൽ ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെ ഈ 10 cardsഉം അയാളുടെ മുന്നിലൂടെ കടന്നു പോയാൽ അയാളുടെ റെസ്പോൺസ് നോക്കിയിട്ട് ഈ ആൾക്ക് ഇന്ന പേഴ്സണാലിറ്റി ആണെന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ റോർഷാക്കിന്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടെന്ന് മാത്രം പരിചയപ്പെടാം. അതിന്റെ സ്കോറിംഗ് ഒന്നും ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. സ്കോറിംഗ് ഇതിൽ നമുക്ക് വിശദമായി പഠിക്കാനില്ല. എങ്കിലും അതിന് 3 മേഖലയിലാണ് അതിന്റെ സ്കോറിങ്. നമ്മൾ പറയുന്ന ലൊക്കേഷനും ഡിറ്റർമിനൻസും കോണ്ടന്റും വെച്ചിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ വെച്ചിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഓരോ കോഡുകളാണ്. W എന്ന് പറഞ്ഞാൽ ഹോൾ ബ്ലോട്ട് ഏരിയ, D ലാർജ് കോമൺ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു കോമൺ ഇതാണ്. ഇത് വിശദമായിട്ട് ഇത് പഠിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഒരു സ്കോറിംഗ് എന്നുള്ളൊരു അനാലിസിസ് ഉണ്ട്. ഇതിനെ വിശദമായിട്ട് പഠിക്കാനില്ല. ഇത് സൈക്കോളജിസ്റ്റുകൾക്ക് മാത്രം, എക്സ്പീരിയൻസ് ആയ ആളുകൾ മാത്രം ചെയ്യുന്ന സാധനമാണ്. ഇത് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ ഞാൻ എക്സ്പേർട്ടും അല്ല. ഞങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ MA സൈക്കോളജിക്ക് ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അനലൈസ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് അതിന്റെ ബേസിക്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു ഇമേജസ് കാണിച്ചു തന്നു. നമ്മളിൽ നിന്നുള്ള ഒരു ഇതെടുത്തു എന്നല്ലാണ്ട് വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനില്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു 3 മേഖല ഉണ്ട്, അല്ലെങ്കിൽ 3 ആസ്പെക്റ്റുകൾ ഉണ്ട് എന്ന് മാത്രമേ അതിൽ നോക്കാനുള്ളൂ. ഇത് വിശദമായിട്ട് പറയാൻ എനിക്ക് അറിയൂല. കൂടുതൽ പഠിക്കേണ്ട ആളുകൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം. പക്ഷെ അതിലും സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ടെസ്റ്റ് ആണ് മുറെ മോർഗൻസിന്റെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. TAT ടെസ്റ്റ് എന്നാണ് പറയാം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതിൽ 20 പിക്ചറുകളാണ്. നമ്മൾ ഇവിടെ കണ്ടു റോർഷാക്കിന്റെ 10 കാർഡുകളാണ്. ഇവിടെ മുറേന്റെ 20 പിക്ചേഴ്സ് ആണ്. ഈച്ച് പിക്ചർ ഡെപ്പിക്റ്റിംഗ് എ വാഗ്യൂ സോഷ്യൽ സിറ്റുവേഷൻ. ഈ ഓരോ പിക്ചറും ഓരോ സോഷ്യൽ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഒരു അമ്മ മകളെ സമാധാനിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം പോലെ, അല്ലെങ്കിൽ ഒരു കലാപം പോലെ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്തും തോന്നാം. അങ്ങനെ 20 പിക്ചേഴ്സ് ആണ്. സോ ദ സബ്ജക്ട് ഈസ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ. ഓരോ പിക്ചർ കണ്ടാലും എന്താണ് സിറ്റുവേഷൻ എന്ന് പറയണം. The subject is asked to describe as what is happening at the present moment. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ആ പിക്ചർ കണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പറയാന്നുള്ളതാണ്. ഈസ് ആസ്ക്ഡ് ടു സ്പിൻ എ സ്റ്റോറി വിത്ത് ദിസ് പിക്ചർ. അങ്ങനെ ആ ഓരോ പിക്ചർ വെച്ചിട്ട് അതിൽ നിന്നൊരു സ്റ്റോറി ഒക്കെ പറയാനൊക്കെ ഇന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ he will project his feelings, urges, desires, etc. അപ്പൊ ആ പറയുന്ന കഥയിൽ നമ്മളൊരു കാർഡ് കണ്ടു. ആ കാർഡിൽ എന്താണ് സിറ്റുവേഷൻ, അവിടെ എന്താ നടന്നു കൊടുക്കണം എന്നുള്ള കഥ പറയണം. അപ്പൊ കഥ പറയുമ്പോൾ നമ്മൾ പറയുന്ന കഥയിൽ എന്താണോ ഫീലിങ്സ്, അത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ഫീലിങ്സ് ആണെന്നുള്ളതാണ്. നമുക്ക് തോന്നുകയാണ് അതൊരു കുടുംബ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, ആ ഒരു കഥയാണ് നമ്മൾ പറയണതെങ്കിൽ വി തിങ്ക്, അല്ലെങ്കിൽ വി ഹാവ് സച്ച് എക്സ്പീരിയൻസ്, നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുക. ഓക്കെ, നമ്മൾ പറയുന്ന കഥയിൽ എന്തുണ്ടാകും, നമ്മുടെ ചിന്തകളും നമ്മുടെ പേഴ്സണാലിറ്റിയും ഉണ്ടായിരിക്കും. ഏകദേശം ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സിറ്റുവേഷൻ ടെസ്റ്റ് ആണ്. ഇതൊരു പെർഫോമൻസ് ടെസ്റ്റ് ആണ്. ആക്ച്വലി സബ്ജക്ട് ആർ ഒബ്സർവ്ഡ് ഇൻ എ സിറ്റുവേഷൻ ആസ് ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ബീങ് അസസ്ഡ്.
ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു ആളെ നമ്മളൊരു സിറ്റുവേഷനിൽ കൊണ്ടുപോവാണ്. അത് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിക്ക് അറിയില്ല എന്നെ ഇവിടെ അസസ് ചെയ്യപ്പെടുന്നുണ്ട്, എന്റെ എന്തൊക്കെയോ ഇവിടെ അളക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. സോ ഇതിന്റെ വാലിഡിറ്റി എന്നുള്ള പോറാണ്. കാരണം ആ വ്യക്തിക്ക് അതൊരു പക്ഷെ മനസ്സിലാകാനുള്ള സാധ്യത ഉണ്ട്, അതല്ലെങ്കിൽ ആ വ്യക്തി കൃത്യമായി അവിടെ ആക്ട് ചെയ്തോളണമെന്നില്ല. ഓക്കെ, 2 ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാനുള്ളത്, സൈക്കോ ഡ്രാമ ആൻഡ് സോഷ്യോ ഡ്രാമ. സൈക്കോ ഡ്രാമ എന്ന് പറയുന്നത് ദ ഇൻഡിവിജ്വൽ ഹാസ് ടു പ്ലേ എ റോൾ സ്പോണ്ടേനിയസ്ലി ഇൻ എ സിറ്റുവേഷൻ. അപ്പൊ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാണ്, ഒരു റോൾ കൊടുക്കണം. നമ്മൾ ഈ ഇന്ന ഒരു റോൾ ആയിട്ട് അവിടെ ആക്ട് ചെയ്യണം, അദ്ദേഹത്തിന് എന്നിട്ട് ആ ബിഹേവിയർ ഒബ്സർവ് ചെയ്യണം. നമുക്ക് റോൾ കൊടുത്തു വെച്ചിട്ട് ഒരാൾ കൃത്യമായിട്ട് അത് ആക്ട് ചെയ്തോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വാലിഡിറ്റി വളരെ കുറവാണ്, വാലിഡിറ്റി കുറവാണ്. 2 സോഷ്യോ ഡ്രാമയാണ്. ഡീൽ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നമായിട്ട് അവിടെ എടുക്കുകയാണ്. പോർട്രേറ്റ് പ്രോബ്ലം വിത്ത് വിച്ച് ദ ഓഡിയൻസ് ഈസ് കൺസേൺഡ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു പ്രോബ്ലം കൊടുക്കുകയാണ്, ആ ഗ്രൂപ്പിൽ അവരെങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യണത് എന്നതിനെ കുറിച്ച് നോക്കുന്നതാണ് ആക്ച്വലി സോഷ്യോ ഡ്രാമയിൽ പറയാം. നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, ഓരോരുത്തരും അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു, അവരെങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്ന് നോക്കുകയാണ്. നമ്മൾ ആക്ച്വലി അവർക്കൊരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷനിൽ അവരെങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ അസസ് ചെയ്യണതാണ് സിറ്റുവേഷണൽ ടെസ്റ്റിൽ വരിക. ഇത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വാലിഡിറ്റി എന്നുള്ളത് പോറാണെന്ന് പറയാനുള്ള കാരണം. പിന്നെ ഒരു ഫ്രീ അസോസിയേഷൻ ടെസ്റ്റ്. ഇതിൽ യൂങ് ആണ് ഡെവലപ്പ് ചെയ്ത ടെസ്റ്റ്. uttering of a stimulus word by the tester and the subject respond immediately by another word. എന്ന് വെച്ചാൽ നമ്മളൊരു വാക്ക് പറയുന്നു, ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് തിരിച്ചു പറയാ എന്നുള്ളതാണ്. The time taken for response if long may indicate gawk. അപ്പൊ ഞാന് ഒരു ടെസ്റ്റ് പറയാണ്, ഒരു വാക്ക് പറയാണ്, കറുപ്പ് എന്ന് വാക്ക് പറഞ്ഞു. ആ കറുപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു വാക്കുണ്ടാവും. ചിലപ്പോൾ കാക്ക എന്ന് വരുന്നുണ്ടാവും, ചിലപ്പോ കറുത്ത കൊടി എന്ന് വരുന്നുണ്ടാവും, ചിലപ്പോ ഇരുട്ട് വരുന്നത്, അപ്പൊ രാത്രി എന്നൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെ ആ വരുന്ന വാക്ക് വെച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കാന്നാണ് പറയുന്നത്. സോ ദ ടൈപ്സ് ഓഫ് റെസ്പോൺസസ് വെൻ അനലൈസ്ഡ് വിൽ ഗെറ്റ് എ ക്ലൂ ടു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാണ് സമാധാനം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ മനസ്സിൽ എന്ത് വാക്കാ വരുന്നേ? സമാധാനം എന്ന് കേൾക്കുമ്പോ എന്താ വരുന്നേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ജസ്റ്റ് ഞാൻ സമാധാനം എന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ എന്താ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും? അടുത്ത വേർഡ് ഇങ്ങോട്ട് പറയണം. എന്താ വരുന്നേ? ഒന്നും വരുന്നില്ലേ? ശാന്തമായി അങ്ങനല്ല, ഒരു വേർഡ് തിരിച്ചു പറയണം. ഞാൻ പറ സമാധാനം പറയുമ്പോ സന്തോഷം വരെ തിരിച്ച് ഇങ്ങോട്ട് ഒരു വേർഡ് പറയാൻ പറ്റുക എന്നുള്ള. അപ്പൊ ഇപ്പൊ ഒരാൾ സന്തോഷം പറയുകയാണെങ്കിൽ ഓക്കെ, ആ വ്യക്തിക്ക് എന്തുണ്ട്, സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സമാധാനം എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളായിരിക്കും. ഓക്കെ, ചില ആൾക്ക് സമാധാനം എന്ന് പറഞ്ഞാല് ഓക്കെ ലോൺലിനെസ്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് സമാധാനം. കാരണം കൂടുതൽ ആളുകൾ ഫുള്ള് നമുക്ക് ഭയങ്കര അലമ്പാണ്, പ്രശ്നങ്ങളാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സമാധാനം. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ലോൺലിനെസ് എന്ന വാക്കാണ് ആ വ്യക്തിക്ക് വരിക. മനസ്സിലായോ? ഈ ഫ്രീ അസോസിയേഷൻ ടെസ്റ്റ് എന്നുള്ള സാധനം മനസ്സിലായോ? ടെസ്റ്റർ ഉണ്ടല്ലോ, കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒരു വേർഡ് പറയും. ആ വേർഡ് പറയുമ്പോ ഈ ക്ലയന്റ് ഉണ്ടല്ലോ, സബ്ജക്റ്റ്, അവർ ആ വേർഡ് കേൾക്കുന്ന വാദി തിരിച്ച് എന്തിനോടാണോ കണക്ട് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു വേർഡ് തിരിച്ചു പറയണം. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഗെയിമൊക്കെ കളിക്കാറുണ്ട്. നമ്മളൊരു വേർഡ് പറയും, ടീച്ചർ വേർഡ് പറയും, അതുമായി ബന്ധപ്പെട്ട അടുത്ത വേർഡ് വേറെ സ്റ്റുഡന്റ് പറയണം, അതുമായി ബന്ധപ്പെട്ട വേറെ വേർഡ് അടുത്ത നെക്സ്റ്റ് സ്റ്റുഡന്റ് പറയണം. അങ്ങനെ കളി കളിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? അങ്ങനെ കളിക്കാറുണ്ട്. അത് ഈ ഒരു ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ വെള്ളം എന്ന് ഞാൻ പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്താ മനസ്സിൽ വന്ന വേർഡ് എന്താ? വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലെന്താ വരുന്നേ? കടല്. കടല് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവർക്കും കടല വന്നേ? അല്ല, പുഴ. ബാത്റൂം വരുന്ന ആളുകളുണ്ടാവും, കിണറ് വരുന്ന ആളുകളുണ്ടാവും, ചിലപ്പോ മഴ എന്ന് ഓർമ്മയുണ്ടാവും,
ചിലപ്പോൾ ചില ആളുകൾക്ക് കണ്ണീര് എന്നൊക്കെ ഓർമ്മ വരും. കാരണം ഭയങ്കര സങ്കടത്തിലോ പ്രശ്നമൊക്കെ ആണെങ്കിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഓക്കെ കണ്ണീര് ഓർമ്മ വരുന്ന ആളുകളുണ്ടാവും. നമ്മുടെ ചിന്തയും നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വേർഡ് വരിക എന്നാ പറയണേ. ചില വേർഡ് വരൂല, കണക്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അവരുടെ തിങ്കിങ് പ്രോസസ്സ്, അവരുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സ് സ്ലോ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് ഫ്രീ അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് കുട്ടികൾക്ക് മൈനർ ഗെയിംസ് ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. ഈ സ്ലൈഡ് കൊണ്ട് എന്താണ് അർത്ഥാക്കണത്? അത് കുറെ ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിന് കുറെ ആൾക്ക് റെസ്പോൺസ് ഉണ്ട്. വലിയ ഭാഗ്യമായി. അപ്പോഴേ നമ്മള് കുറച്ചധികം ഇങ്ങനെ വേഗം പറഞ്ഞു പോയെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ കാറ്റിന്റെ ട്രേറ്റ് അപ്രോച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. അതുപോലെ തന്നെ ഐസങ്കിൻ്റെത് കുഴപ്പമില്ല, സിമ്പിൾ ആണ്, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിക്കോളുന്നില്ല. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നോക്കിക്കൊണ്ടു. അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറി, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ നിർബന്ധമാണ്, അത് നോക്കിക്കൊണ്ടു. പിന്നെ ഫ്രോയിഡ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രോയിഡിന്റെ ഈ ഒരു സ്റ്റേജസ് ആണ് ഓറൽ, ആനൽ, ഫാലിക്, ലേറ്റൻസി, ജെനിറ്റൽ. ഈ 5 സ്റ്റേജസ് നിർബന്ധമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിക്കൊണ്ടു. പിന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റില് ഈ ഒരു അസസ്മെന്റ് ടൂൾസ് എല്ലാവർക്കും അറിയണതായിരിക്കും, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ മതി. ഇതിലുള്ള പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്താന്നുള്ളത് ജസ്റ്റ് നോക്കിച്ചോണ്ടു, അതായിരിക്കും അതിൽ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത. ഇതിൽ ഈ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഉണ്ടല്ലോ, അവൾക്ക് ഒരു ചിത്രം വരയ്ക്കാൻ പറയാം. ആ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിൽ നിന്ന് അയാളുടെ പേഴ്സണാലിറ്റിയെ കാണുക. അല്ലെങ്കിൽ ഒരു കുറച്ച് ക്ലിയർ അല്ലാത്ത കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ആ ഡോട്ട്സ് എന്താണെന്ന് നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയാം. അത് വെച്ചിട്ട് അവരുടെ പേഴ്സണാലിറ്റി കാണുക. അല്ലെങ്കിൽ ഒരു സെന്റൻസ് കൊടുത്തിട്ട് അതിന് കഥ ഉണ്ടാക്കാൻ പറയാം. ആ കഥയിലൂടെ അവരുടെ പേഴ്സണാലിറ്റി കാണാം. അങ്ങനെ ഒരാളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റിയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം നോക്കുക. പിന്നെ ഈ ഇംഗ്ലോക്ക് ടെസ്റ്റുകള് ഇതിന്റെ ഒക്കെ ഫീച്ചേഴ്സ് മാത്രം. ഇതിൽ 10 കാർഡ്സിൻ്റെതാണ്, റോർഷാക്കിന്റെ 10 കാർഡ്സ്, അതുപോലെ തന്നെ മുറേ മോർഗൻസിന്റെ 20 പിക്ചേഴ്സ്. പിന്നെ സിറ്റുവേഷൻ ടെസ്റ്റിൽ ഒരു വേർഡിന്റെ നെക്സ്റ്റ് ടേം ആണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി ആക്കുക, ആ സിറ്റുവേഷനിൽ ആളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഫ്രീ അസോസിയേഷൻ ആണ് ഒരു വേർഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വേർഡ് പറയാന്നൊക്കെ പറയുന്നത്. സോ അത്രയാണ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് പിന്നെ പറയാനുള്ളത്. അപ്പം കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെ കാണുക, വളരെ കണ്ണിങ് ആയി അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയി പഠിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളോട് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ളത് ഞാനിപ്പോ ഇത് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, സോ ഏതായാലും 10-11 പേര് ഇതിലുണ്ട്. ഒരുപാട് കമ്മ്യൂണിക്കേറ്റീവ് ആയി അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയി ഇതിൽ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുറച്ചധികം വേഗം പറഞ്ഞു പോകണമായിരുന്നു, അതുകൊണ്ടാണ്. സോ എനിവേ നിങ്ങളുടെ കോപ്പറേഷൻ വാല്യൂ ചെയ്യാണ്, നിങ്ങളുടെ പ്രസൻസ് അത് വാല്യൂ ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.